കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു വന്ന അതേ വിഷയത്തിന്റെ തുടർച്ചയായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ സൺഡേ പ്രത്യേകിച്ചും ചിന്തിച്ചത് വിളക്കിലും എണ്ണ, പാത്രത്തിലും എണ്ണ. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിളക്കും നമ്മുടെ പാത്രവും എണ്ണയുടെ ആ പകർച്ച ഉണ്ടാകുവാൻ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ഇല്ലാഞ്ഞവർക്കും വിത്തിൻ 10 minutes നമ്മളെ തന്നെ ഒന്ന് ഓർമ്മ പുതുക്കുവാൻ, അല്ലെങ്കിൽ നമ്മളെ തന്നെ റിഫ്രഷ് ചെയ്യുവാൻ ഞാൻ പെട്ടെന്ന് ആദ്യത്തെ ഒരു 10 നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച ആശയങ്ങൾ അതിന്റെ രത്നച്ചുരുക്കം പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ ഒരാത്മാവായി സൃഷ്ടിച്ചു. നമ്മൾ പറഞ്ഞു സദൃശ്യവാക്യം 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ മനുഷ്യന്റെ ആത്മാവിനെ, ദ സ്പിരിറ്റ് ഓഫ് മാൻ, മനുഷ്യന്റെ ആത്മാവിനെ ഒരു വിളക്കായി, ദൈവത്തിന്റെ വിളക്കായി പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഈ വിളക്കിന്റെ അകത്ത് എണ്ണ വേണം. 2 നമ്മൾ കണ്ടത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നുള്ള നമ്മൾ വായിച്ചത് വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്ന 5 കന്യകമാർ, അവരെ വിളക്കിൽ മാത്രം എണ്ണയുണ്ടായിരുന്ന 5 പേരെ ബുദ്ധിയില്ലാത്തവർ എന്ന് വിളിക്കുകയും വിളക്കിൽ മാത്രമല്ല വിളക്കിനോടൊപ്പം പാത്രത്തിൽ എണ്ണ എടുത്ത അടുത്തൊരു 5 പേരെ ബുദ്ധിയുള്ള കന്യകമാർ എന്ന് വിളിക്കുവാനും ഇടയായി തീർന്നു. അവരുടെ ഡിഫറൻസസ് വളരെ കുറച്ചുള്ള, അവരുടെ ഏറ്റവും അധികം അവരുടെ സിമിലാരിറ്റി കാണുവാൻ സാധിക്കും. അവർ 10 പേരും വിളക്കെടുത്തു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അവർ കർത്താവിനെ വിശ്വസിച്ചു, മണവാളിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. നമ്മളെപ്പോലെ, നമ്മൾ വിളിക്കുന്ന ഓരോരുത്തരെ പോലെ യേശു കർത്താവിൽ വിശ്വസിച്ചു. യേശുവിന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ ആത്മാവിൽ വിശ്വസിച്ച നിമിഷം ആരും തലയിൽ കൈവച്ചില്ല. അവർ പ്രാർത്ഥിച്ച നിമിഷം അവരുടെ വിശ്വാസം നിമിത്തം ബൈബിൾ പറയുന്നു അവരുടെ ആത്മാവിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവെന്ന ആ അച്ചാരത്താൽ അവരെ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടു. അവരെ കർത്താവ് അവരെ വേർതിരിച്ചു. അവരെല്ലാം മണവാളിനെ കാണുവാനായി ഇറങ്ങിയവരാണ്. പക്ഷേ അതിൽ ഒരു 5 പേർ, അതിൽ ഒരു പ്രത്യേക കൂട്ടം, അതിൻ്റെ ഇടയിലുള്ള ഒരു കൂട്ടം, ഇവർ എല്ലാവർക്കും മണവാളിനെ കാണുവാനുള്ള ആഗ്രഹമാണ്. പക്ഷേ ബുദ്ധിയുള്ളവർ അവരൊരു കാര്യം ചെയ്തു. ആത്മാവിൽ, വിളക്കിൽ മാത്രമല്ല, പകരം അവരുടെ മൺപാത്രത്തിൽ, അവരുടെ ശരീരമാകുന്ന മൺപാത്രത്തിൽ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന മൺപാത്രത്തിൽ അവരുടെ ശരീരത്തെ മാനപാത്രമായി കൊടുത്ത് അവരുടെ മൺപാത്രത്തിലും എണ്ണ അവർ ഏറ്റെടുത്തു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 2 കാര്യങ്ങൾ, 2 ഒബ്ജക്ട്സ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. ഇഫ് യു ക്യാൻ കൈൻഡ്ലി ഹെൽപ്പ് മീ പ്രൊജക്റ്റ്, അതൊന്ന് കാണിക്കാമെങ്കിൽ അത് വേണ്ടി ഇങ്ങനൊരു ചെറിയൊരു എക്വിപ്മെന്റ് ഞാൻ ഇവിടെ കൊണ്ട് കാണിച്ചു. അതായത് ഇതിൻ്റെ അകത്ത് ആ കത്തി നിൽക്കുന്ന വിളക്കുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ അകത്ത് തന്നെ മുകളിലത്തെ ഭാഗം ഒരു ഡിപ്രഷൻ ഉള്ളതായി കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് പകരപ്പെടുന്നത് പോലെ, താങ്ക് യു ക്യാൻ പുട്ട് ഇറ്റ് ഓഫ്. ആ രീതിയിൽ മനുഷ്യന്റെ ശരീരത്തെ നിർമ്മിച്ചപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിന്റെ ആ ഒരു പകർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു മൺപാത്രമായി ദൈവം മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചു. അതുപോലെ മനുഷ്യന്റെ ആത്മാവിലും ദൈവത്തിന്റെ ആത്മാവിനെ വഹിക്കുവാൻ സാധിക്കുന്ന ഒരളവിൽ മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. 2 ആശയങ്ങൾ നമ്മൾ കണ്ടു. സോ മനുഷ്യന്റെ ആത്മാവിൽ കർത്താവിനെ വിശ്വസിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവെന്ന അച്ചാരം ലഭിച്ചു. ആ വിളക്കിൽ എണ്ണയുണ്ട്. പക്ഷേ അതേസമയം പാത്രത്തിലും എണ്ണ വേണം. നമ്മൾ കാണുവാനിടയായി തീർന്നു. പാത്രത്തിൽ എണ്ണ എങ്ങനെയാണ് വരുന്നത്? കൈവയ്ക്കുമ്പോൾ, സ്പർശനത്താൽ, മറ്റു പല രീതികളിൽ പാത്രത്തിൽ എണ്ണ വരുന്നത് വിശ്വാസത്താലല്ല. വിശ്വാസത്താൽ വാതിൽ തുറക്കുവാൻ സാധിക്കും. പക്ഷേ മുകളിലുള്ള ആ പാത്രത്തെ എടുത്തു മാറ്റുമ്പോൾ, അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മൺപാത്രത്തിന്റെ നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക. ഈ മൺപാത്രത്തിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക. ഒരു പാത്രത്തിന്റെ മുകളിൽ അടപ്പെടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ അടപ്പുള്ളിടത്തോളം പാത്രത്തിന്റെ അകത്തൊന്നും നിറയാത്തതുപോലെ അകത്ത് ആത്മാവിൽ യേശുവിനെ വിശ്വസിച്ചെങ്കിലും മൺപാത്രത്തിന്റെ വാ അടഞ്ഞു പോയാൽ ആ പാത്രത്തിന്റെ അകത്തേക്ക് എണ്ണ വരികയില്ല. സങ്കീർത്തനത്തിൽ പറയുന്നതിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ഞാൻ അതിനെ നിറയ്ക്കും എന്ന് പറഞ്ഞാൽ മൺപാത്രത്തിലേക്ക് വരേണ്ട ആ എണ്ണയുടെ പകർച്ച വരാതെ എവിടെയെങ്കിലും പാത്രങ്ങളുടെ മീതെ എവിടെയെങ്കിലും അടപ്പ് വെച്ച് അടച്ചു കളഞ്ഞെങ്കിൽ ദ ലിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവങ്ങൾ അതിൻ്റെ ഭാഗമാകാം, നമ്മുടെ അനുഭവങ്ങൾ അതിൻ്റെ ഭാഗമാകാം, പൈശാചിക പ്രവർത്തികൾ അതിൻ്റെ ഭാഗമാകാം. ഈ അടപ്പ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വരാതെ നമ്മുടെ മൺപാത്രത്തെ അടച്ചു കളയുന്ന പലതുമുണ്ട്. തെറ്റിദ്ധാരണകൾ, ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കാത്ത നമ്മുടെ അജ്ഞാനം, പലതും ഈ പാത്രത്തെ അടച്ചു കളയുന്ന ലിഡ്, അടപ്പായി വരുവാൻ സാധ്യതയുള്ളപ്പോൾ പറയുകയാണ്. ഒരു വാക്യം കൂടെ പറയട്ടെ, എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്യാൽ നശിച്ചു പോകുന്നു, അടപ്പ് വന്ന് അവരുടെ മേൽ വന്നിരിക്കുകയാണ്. ഇത് കാണുവാൻ സാധിക്കുന്നില്ല. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് ചിലരുടെ ജീവിതത്തിൽ നിന്നും ചില അടപ്പുകൾ വീണ്ടും തെറിച്ചു മാറിയിരിക്കും. ഈ വാക്യം പോലും ഞാൻ ഓർത്തതല്ല, പക്ഷേ എൻ്റെ അകത്ത് ശക്തമായൊരു പ്രേരണ വരുന്നു ഇത് പറയുവാൻ. അതുകൊണ്ട് പറയട്ടെ, ചിലരുടെ മേൽ ചില അടപ്പുകളുണ്ട്.
പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് അറിയാത്തത് ജീവിതത്തിൽ വരുന്ന ഒരു അടപ്പാണ്. എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും ബൈബിൾ വെളിച്ചത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതുപോലെ ഒരു അടപ്പാണ് എന്ന് മറക്കല്ല്. നമുക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതൊരു അടപ്പായി മാറും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ആവശ്യമുള്ള ചില വാകൾ, അല്ലെങ്കിൽ ഓപ്പൺ യുവർ മൗത്ത് വൈഡ്, പാത്രത്തിന്റെ വാ തുറന്നിരുന്നാൽ അതിൻ്റെ അകത്തേക്ക് പകർച്ച നടക്കുന്നത് പോലെ നമ്മുടെ വാ വിസ്താരത്തിൽ തുറന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ശബ്ദം ഉയർത്തണം. യെസ്, അതൊരു ഭാഗികമായ അർത്ഥമാണ്. ചിലർ പറയാറുണ്ട് ശബ്ദം ഉയർത്തിയാൽ ദൈവം നമ്മളെ നിറയ്ക്കും. ഓഫ് കോഴ്സ് അതിനകത്ത് ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ശൈലികൾ മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ സാധിക്കും, ശബ്ദം ഉയരുമ്പോൾ അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനമുണ്ട്. അതിന്റെ കാരണം എന്തുവാ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുവാൻ, മനസ്സിലാക്കുവാൻ ബൈബിൾ പറയുന്നത് പോലെ മനസ്സിലാക്കുകയല്ലാതെ അതിന് റാഷണലായി യുക്തിപരമായി ഒരു മറുപടി പറയുവാൻ എനിക്കറിയത്തില്ല. നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. എന്തിനാ സ്നേഹിച്ചത്? ആകപ്പാടെ ദൈവത്തിന്റെ മുൻപിൽ കാണുവാൻ പോലും കഴിയാത്തതുപോലെ സൈസിലും വിലയിലും സകലത്തിലും യാതൊരു സ്ഥാനവും കൽപ്പിക്കുവാൻ സാധ്യത കാണാതിരിക്കുന്ന പാപികളായ നമ്മളെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. വായ് എനിക്ക് അതിന് മറുപടി പറയുവാൻ അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. പാപത്തെ സ്നേഹിക്കുന്നതല്ല, പാപികളെ സ്നേഹിക്കുന്നു. പാപത്തെ വെറുക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നമ്മൾ കാണുന്നു. ശബ്ദം ഉയർത്തുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. ശബ്ദമുയർത്തുന്നവരുടെ മാത്രമല്ല, അതുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ രീതികൾ, ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ കയറി പറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരാതിരിക്കുന്നത് ഞാൻ കാണുന്നു. അതേസമയം ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെട്ടെന്ന് വരുന്നതും ഞാൻ കാണുന്നുണ്ട്. യുക്തിപരമായി ചിന്തിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഒരാൾ വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്നു, മറ്റേ ആളേക്കാൾ ഒരുപക്ഷെ അധികം ആഗ്രഹത്തോടെ ഒരു വശത്തിരിക്കുന്നു. പക്ഷേ ഈ ഇരിക്കുന്ന വ്യക്തി സൈലന്റ് ആയിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വരുവാൻ വാതിൽ തുറക്കാതിരിക്കുമ്പോൾ, മറ്റൊരു വ്യക്തി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ വ്യക്തിയുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടെ വരുന്നത് ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. യുക്തിപരമായി ചിന്തിച്ചാൽ എന്താണ് ശബ്ദമുയർത്തുന്നവരുടെ മേലാണോ പരിശുദ്ധാത്മാ വരുന്നത്? എനിക്ക് മറുപടിയില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമാണ്, ശബ്ദമുയർത്തുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് പ്രത്യേക ഒരു സ്വാധീനമുണ്ട്. അത് വികാരങ്ങളെ ചൂഷണം ചെയ്യുകയല്ല, പകരം ശബ്ദമുയർത്തുന്നവർക്ക് മേൽ പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടാകുന്നത് ബൈബിളിൽ കാണുന്നതും അനുഭവത്തിൽ കാണുന്നതും ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ ചിലരെ ഇന്ന് പ്രബോധിപ്പിക്കട്ടെ. ശബ്ദമുയർത്തി പൂർണ്ണാരോഗ്യത്തോടെ ബൈബിൾ ഭാഷയിൽ നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ഞാൻ അതിനെ നിറച്ചിരിക്കും. ആ ഒരു അളവിൽ മാത്രം നിൽക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനോഭാവങ്ങളെ, നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ അറിവിന്റെ വഴികളെ ഒക്കെ വിസ്താരത്തിൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ തുറന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ മൺപാത്രത്തിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറച്ചിരിക്കും. സോ ആത്മാവിൽ പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പോൾ ആത്മാവിന്റെ ഫലം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഫലങ്ങളല്ല, ഫലം. ഒരു ഓറഞ്ച് എടുത്താൽ അതിൻ്റെ അകത്ത് പല അല്ലികളുണ്ട്. ഇതെല്ലാം കൂടെ കൂടുന്ന ഒറ്റ ഓറഞ്ച്. പലരും പറയാറുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ. ഓക്കെ, ആ വാക്കിൻ്റെ അത് തെറ്റില്ല. കാര്യം, ഒരു ഓറഞ്ച് മരത്തിൽ ഒരു ഓറഞ്ച് മാത്രമല്ലല്ലോ ഉണ്ടാകുന്നത്, അനേക ഓറഞ്ച് ഫലങ്ങൾ ഉണ്ടാകും. അതുപോലെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ കായ്ക്കണം. പക്ഷേ ആത്മാവിന്റെ ഫലം പൂർണ്ണമാകണമെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങളോ എന്നല്ല, ആത്മാവിന്റെ ഫലമോ, അത് സ്നേഹം, സമാധാനം, വട്ടവ്, ആ പറയുന്ന സകല കാര്യങ്ങളും ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒറ്റ ഫലമേ ആകുന്നുള്ളൂ. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, നോട്ട് ദ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ ഫലമോ. സോ ആത്മാവിന്റെ ഫലം നമ്മുടെ അകത്തുണ്ടാകും. എൻ്റെ അകത്ത് കുരു മാത്രമില്ല, ബാക്കി എല്ലാം ഉണ്ട് എന്നൊരു ഫലം പറഞ്ഞാൽ ഹൈബ്രിഡ്. അല്ലാതെ അതിൻ്റെ അകത്ത് ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു അതാത് തരം ഫലം കായ്ക്കുന്ന, അതാതരം വിത്തുള്ള ഓരോ സസ്യങ്ങളും ഉണ്ടായി വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അകത്ത് ആ ഫലത്തിന്റെ പൂർണ്ണതയുള്ളതുപോലെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കും. നമ്മുടെ ആത്മാവിൽ ദൈവം ആ ആത്മാവിന്റെ ഫലത്തെ തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിന്റെ ഫലമില്ലെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു ദൈവത്തിന്റെ വചനത്തിൽ യേശു കർത്താവിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു, അവരെ അവരുടെ ഫലത്താൽ തിരിച്ചറിയും. അവർ പറഞ്ഞു കർത്താവേ കർത്താവേ, 2 പ്രാവശ്യം കർത്താവേ കർത്താവേ, ശമൂലേ ശമൂലേ, ശൗലേ ശൗലേ എന്ന് ഇങ്ങോട്ട് വിളിച്ചതുപോലെ തിരിച്ചങ്ങോട്ട് ഒരു വിളി, കർത്താവേ കർത്താവേ.
വിളിച്ചിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. ആത്മാവിന്റെ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തു, ആത്മാവിന്റെ കൃപാവരങ്ങൾ ഞങ്ങൾ ചെയ്തു, ഞങ്ങളുടെ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു, ഞങ്ങൾ പ്രവചിച്ചു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞെടുത്ത് അവർ പ്രവചിക്കും, അവർ ദർശനങ്ങളെ കാണും, അവർ സ്വപ്നങ്ങളെ കാണും എന്നൊക്കെ പറഞ്ഞ ആത്മാവിന്റെ വരങ്ങൾ, ആത്മാവിന്റെ പകർച്ചയിലുള്ള ശരീരത്തിൽ വരുന്ന ആ പകർച്ചയിലുള്ള സകല വരങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളുടെ മേൽ അധികാരം നടത്തി, വചനം പഠിപ്പിച്ചു, ഞങ്ങൾ പ്രവർത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഫലത്താൽ നിങ്ങളെ തിരിച്ചറിയും. അവരുടെ ഫലം നോക്കിയപ്പോൾ അവരുടെ അകത്ത് ഫലമില്ല. കർത്താവ് പറയുക, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടുപോ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചില്ല, പക്ഷേ കാണുവാൻ സാധിക്കും, പല്ലുകടിയും നിലവിളിയുമുള്ള സ്ഥലത്തേക്ക്, ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള സ്ഥലത്തേക്ക് ഇതാ ചിലരെ പറഞ്ഞയക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ആത്മാവിന്റെ വരങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ ശരീരത്തിൽ മൺപാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു. പാത്രത്തിൽ എണ്ണയെടുത്തു, പക്ഷേ എവിടെയോ അകത്തുള്ള തീയും അകത്തുള്ള എണ്ണയും നഷ്ടപ്പെട്ടു പോയി. മത്തായി സുവിശേഷത്തിന്റെ 25-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? പാത്രത്തിൽ എണ്ണയില്ല, വിളക്കിൽ മാത്രം എണ്ണയുണ്ട്. അവരോട് കർത്താവ് പറഞ്ഞു, നീ മണവാട്ടി സഭയുടെ ഭാഗമാകുകയില്ല. രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. അതിനെ തുടർന്ന് നമ്മൾ ചിന്തിച്ചു, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇന്നും ആ ലെവലിലോട്ട് അധികം ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കും. ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അഭിഷേകത്തെ കാത്തു സൂക്ഷിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അഭിഷേകത്തെ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ അകത്ത് പകരപ്പെട്ട, ആത്മാവിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സ്പർശനവും അതുപോലെ അച്ചാരവും മുദ്രയും അതുപോലെ ശരീരത്തിൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകത്തെ നമ്മൾ സൂക്ഷിക്കണം. ശ്രദ്ധയോടെ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരാജിതരായി പോകും. ആ അഭിഷേകത്തെ സൂക്ഷിക്കുവാനായി നമ്മൾ ശ്രദ്ധിക്കണം. അഭിഷേകം കാത്തു സൂക്ഷിക്കുക. ഈ വാക്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് വായിച്ച് ആവർത്തിച്ച് സഹായിക്കണം. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ നിന്നും അവിടെ നിന്നും ആരംഭിക്കുകയാണ്. ഇത് ടോട്ടലി മറ്റൊരു ലെവലിലോട്ട് നമ്മൾ മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 25-9. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വിൽക്കുന്നവരുടെ അരികിൽ പോയി വാങ്ങിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഓഥറൈസ്ഡ് ഡീലേഴ്സ്, ഈ എണ്ണ കൈകാര്യം ചെയ്യുവാനുള്ള അധികാരപ്പെട്ട ചിലരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. ഓഫ് കോഴ്സ് ഞാൻ കുറച്ചും കൂടെ മുൻപോട്ട് വരുമ്പോൾ ഓരോ ദിവസവും ആവശ്യമുള്ള ആത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി ദൈവത്തിന്റെ വചനം നമ്മളെ അഭ്യസിപ്പിക്കുന്നതും നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ അടുത്തൊരാഴ്ചത്തേക്കുള്ള പകർച്ചയ്ക്കായിട്ടല്ല പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അതാത് ദിവസം ആവശ്യമുള്ളത്. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. 13-ാം വാക്യം കൂടെ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്ക് നാളറിയത്തില്ല. യു ഡു നോട്ട് നോ ദ ഡേ. ഏത് ദിവസം ഇത് കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഏത് ആഴ്ചയിൽ കർത്താവ് വരുമെന്ന് അറിയത്തില്ലായിരുന്നെങ്കിൽ അതാത് ആഴ്ചത്തേക്കുള്ളത് ഞായറാഴ്ച വന്ന് കർത്താവ് അടുത്ത ഞായറാഴ്ച വരെയുള്ള ഗ്യാരണ്ടി. അടുത്ത ഞായറാഴ്ചക്കകം കർത്താവ് വരികയാണെങ്കിൽ ഈ ഞായറാഴ്ച വന്നു, ആരാധന കൂടി. ഒരു ഏത് മാസമാണ് കർത്താവ് വരുന്നതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, മണവാളൻ വരുന്നതിനെ കുറിച്ച് അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, സെക്കൻഡ് വീക്കിന് വന്നു, തിരുമേശയിൽ ഭാഗമെടുത്തു, കർത്താവിന്റെ മേശയിൽ നിന്നും കർത്താവിന്റെ മേശയിൽ നമ്മൾ പങ്കെടുത്തു. അതുകൊണ്ട് വരുന്ന ഒരു മാസം, അടുത്ത സെക്കൻഡ് വീക്ക് വരെ കർത്താവ് വന്നാൽ ഇതാ ഐ എം ഫുൾ ഇൻഫില്ലിംഗ്, നിറവായി കഴിഞ്ഞു എന്ന് പറയാമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഏത് മാസം ഞാൻ വരുന്നു എന്നല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഏത് ആഴ്ചയിൽ വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ലെന്നല്ല, ഏത് ദിവസം ഞാൻ വരുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ല. നാഴികയും ആ ദിവസവും നിങ്ങൾ അറിയാത്തതിനാൽ ഉണർന്നിരിക്കണം. വാച്ച്, നിങ്ങൾ ഉണർന്നിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഏത് ദിവസമാ കർത്താവ് വരുന്നത് എന്നറിയത്തില്ല. മറ്റൊരു ഭാഷയിൽ ഓരോ ദിവസവും ആത്മാവിന്റെ നിറവിനായി നമ്മൾ കാത്തിരിക്കണം. ഞായറാഴ്ച മാത്രം ആ നിറവുണ്ടായിരുന്നെങ്കിൽ, അടുത്ത ഞായറാഴ്ച വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ആയിരുന്നെങ്കിൽ ഓരോ ആഴ്ചയിൽ കാത്തിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ പറയുക നോ 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 നോ, ഓരോ ദിവസവും മാനസാന്തരവും ഓരോ ദിവസവും ആത്മാവിന്റെ നിറവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാക്യം കൂടെ വായിച്ച ആശയത്തിൽ ഞാൻ പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. ഈ ആശയം തന്നെ കാണുവാൻ സാധിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. ആത്മാവിനാൽ നിറഞ്ഞവരായി ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സഭയിൽ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്നവരോടാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത്. നിങ്ങൾ ആത്മാവിനാൽ നിറയണം. അയ്യോ, ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ, അതൊക്കെ കറക്റ്റാ, പക്ഷേ ആത്മാവിനാൽ നിറയണം.
വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. വീഞ്ഞു കുടിച്ചാൽ ആ വീഞ്ഞിന്റെ എഫക്റ്റ് എത്ര മണിക്കൂറുണ്ടെന്ന് സാധാരണ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം. ഒരു ദിവസത്തിൽ കൂടുതൽ ഇല്ലെങ്കിൽ ചില മണിക്കൂറുകളിലധികം ആ വീഞ്ഞിന് ഒരിക്കലും അതിന്റെ വീര്യം നിലനിൽക്കുകയില്ല. അല്പം കഴിയുമ്പോൾ സുബോധം മടങ്ങി വന്നിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും, അല്ല ഞാൻ പറയട്ടെ, ഓരോ ദിവസവും നല്ല ഓരോ മണിക്കൂറിലും സാധിക്കുമെങ്കിൽ, അല്ല രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സാധിക്കുമെങ്കിൽ നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ ഒന്ന് നിറയ്ക്കണം. ആ ചെറിയ പ്രാർത്ഥന മതി, ദൈവം നിറച്ചിരിക്കും. ഓരോ പ്രാവശ്യവും സ്റ്റേജിൽ കയറുന്നതിന് മുൻപേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണം. കാര്യം നിറവില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് വാചകമടിക്കാൻ പക്ഷേ ശുശ്രൂഷിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ നിറവുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. നമ്മൾ ശുശ്രൂഷകന്മാർ, നമ്മൾ പ്രാർത്ഥിക്കുന്നവർ, നമ്മൾ വിശ്വാസികൾ പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? കർത്താവേ, വീഞ്ഞു കുടിച്ച് മത്തരാകുന്നത് പോലല്ല, പകരം ഓരോ ദിവസവും ഓരോ സമയവും കർത്താവേ ഞങ്ങൾ ആത്മാവിൽ നിറവുള്ളവരായി, ജീവിത ശൈലി തന്നെ മാറുന്നവരായി, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഡിസൈപ്പിൾസ്, ഡിസിപ്ലിൻ, കൃത്യനിഷ്ഠയുള്ളവരായി, നമ്മുടെ ജീവിതത്തിൽ സുബോധമുള്ളവരായി, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായി, നമ്മുടെ ജീവിതം ട്രാൻസ്ഫോം ആകുന്നവരായി. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യമേ ഒരു ചിന്ത കാണും, കർത്താവേ ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം ഇത്രയും വിശുദ്ധിയിൽ നയിക്കുന്നത്? ഇവരൊക്കെ വിശ്വാസത്തിൽ വളർന്നവരാണ്, എനിക്കിങ്ങനൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. ചില ദിവസങ്ങൾ ആത്മാവിൽ ജീവിച്ചു കഴിയുമ്പോൾ അറിയാം, ആത്മീയ ജീവിതം വളരെ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആമേൻ പറയും? യെസ്, ആത്മീയ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്, എളുപ്പമാണ്. ഇതിനകത്ത് സ്ട്രഗിൾ ഇല്ല, ഇതിനകത്ത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ഫലമാണ്. പ്രവൃത്തിയും ഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫലം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യണ്ട. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ വേരാഴത്തിലോട്ട് ഇറങ്ങിയാൽ മതി, തന്നെ ഫലം വന്നിരിക്കും. ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. പകരം ജഡത്തെക്കുറിച്ച് പറയുന്നത് ജഡത്തിന്റെ ഫലമെന്നല്ല, ജഡത്തിന്റെ പ്രവൃത്തികളോ. പ്രവർത്തിക്കണമെങ്കിൽ അല്പം എനർജി, അല്പം എഫേർട്സ്, അല്പം അധ്വാനം ആവശ്യമാണ്. ഇതിൻ്റെ അകത്ത് കസര ഇടണമെങ്കിൽ കുറേ സമയം കുറേ പേര് അധ്വാനിച്ചേ പറ്റത്തുള്ളൂ, അതൊരു പ്രവൃത്തിയാണ്. പക്ഷേ വെളിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൽ ഫലമുണ്ടാകണമെങ്കിൽ ആരും അതിൻ്റെ പിൻപിൽ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. മരം അവിടെ നിന്ന് അധ്വാനിക്കാറില്ല, ആ വേരടിയിലുണ്ടെങ്കിൽ തന്നെ ഫലം വന്നിരിക്കും. ഇന്ന് ഞാൻ ചിലരോട് പറയട്ടെ, മനുഷ്യന്റെ ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവിക പ്രമാണം പറയട്ടെ, നമ്മുടെ പ്രയത്നത്താലല്ല, നമ്മൾ നിന്നുകൊടുത്താൽ മതി. നമ്മൾക്കൊരു വേരുള്ളതിനാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഫലം വന്നിരിക്കും. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, സ്ട്രഗിൾ ചെയ്യേണ്ടത് ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാനാ. അവർ പറയും, അയ്യോ ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ഞാൻ ഒട്ടും അധ്വാനിക്കേണ്ട, ജഡത്തിന്റെ പ്രവർത്തികൾ തന്നെ ഈസി ആയിട്ട് വരിക. ജഡത്തിന്റെ പ്രവർത്തികൾ ഒരു പ്രയാസവും കൂടാതെ ചെയ്യത്തക്കതുപോലെ പലരുടെയും ജീവിതത്തെ പിശാച് തകർത്തെങ്കിൽ ഞാൻ പറയട്ടെ, ആത്മാവിലെ ജീവിതം എത്രയോ അധികം എളുപ്പമാണ്. ജസ്റ്റ് നിന്നുകൊടുത്താൽ മതി, ആത്മാവിന്റെ ഫലം വന്നിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അഭിഷേകത്തെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ. ഒന്ന്, നമ്മൾ അഭിഷേകം കൈകാര്യം ചെയ്യുന്നവരുടെ അടുക്കൽ, ഇല്ലെങ്കിൽ എണ്ണ വിൽക്കുവാൻ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഡീലേഴ്സിന്റെ അടുക്കൽ പോകാറില്ല. ഒന്നാമത്തെ ഒരു ഭയങ്കരം വെട്ടുവരിക. നമ്മൾ പലപ്പോഴും എണ്ണയുണ്ടോന്നേ നോക്കാറുള്ളൂ, അത് ഓത്തറൈസ്ഡ് ഡീലേഴ്സ് ആണെന്നോ നോക്കാറില്ല. നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ സഭയിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓഫീസിൽ ഒരു വ്യക്തി ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു. വില കുറഞ്ഞൊരു മൊബൈൽ ഫോൺ കിട്ടി, നല്ല വില കൂടിയ ഒരു മൊബൈൽ ഫോൺ, ഇന്റർനെറ്റിൽ കൂടെ വാങ്ങിച്ചതാണ്. വളരെ വില കുറച്ച് ആ വ്യക്തിക്ക് കിട്ടി. നമ്മുടെ ഓഫീസിൽ ഇന്നുമുള്ള ഒരാളാണ്. ചാടിക്കേറി ആ മൊബൈൽ ഫോൺ അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര പ്രശ്നം. പിന്നെ അവരെ തിരിച്ച് വിളിച്ചു വരുത്തി ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ അതെങ്ങനെയോ അധികം നഷ്ടം കൂടാതെ സെറ്റിലായി. കാര്യം എന്താണെന്നറിയാമോ? ഓത്തറൈസ്ഡ് ഡീലേഴ്സ് അല്ലായിരുന്നു. നമ്മൾ പലപ്പോഴും ഓത്തറൈസ്ഡ് ഡീലേഴ്സ് ആണോ എന്ന് ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണോ ഒരു ഉപകരണമോ വാങ്ങിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, ആ സാധനത്തിൻ്റെ അകത്ത് പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പറയുകയാണ്, എണ്ണ വിൽക്കുവാൻ നിയമിക്കപ്പെട്ട ചിലരുണ്ട്. ഞങ്ങൾ തന്നാൽ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ചിലരെ നിങ്ങൾ പോയി കണ്ടുപിടിക്കുക. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഓത്തറൈസ്ഡ് ആൾക്കാരുടെ അടുത്ത് പോയില്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ വാറന്റിയും ഗ്യാരന്റിയും ഒന്നും കാണത്തില്ല. സർവീസ് ചെയ്യുമ്പോൾ, ഇതാ എൻ്റെ ഒരു നല്ല മൊബൈൽ ഫോൺ ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ ആ മൊബൈൽ ഫോൺ കേടായപ്പോൾ എൻ്റെ അടുത്ത കടയിൽ കൊടുത്ത് റിപ്പയർ ചെയ്തു. അവർ തുറക്കുമ്പോഴേ ഒരു കാര്യം അറിയാം, കമ്പനിയുടെ വാറന്റി അതോടുകൂടെ കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, കൈവയ്പ് മുതൽ പലതും നമ്മൾ ചെയ്യുമ്പോൾ ഓത്തറൈസ്ഡ് ഡീലേഴ്സ് ആണോ എന്ന് ശ്രദ്ധിക്കാതെ
ശബ്ദവും അഡ്വർടൈസ്മെന്റും മറ്റ് പലതും കണ്ട് ആ എണ്ണയ്ക്ക് വേണ്ടി പോയാൽ ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റും കിട്ടും, ചിലപ്പോൾ ഉള്ള ഗ്യാരണ്ടിയും കൂടെ പോയിരിക്കും. ആർ നമ്മുടെ തലയിൽ കൈവെക്കുന്നു എന്ന് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ശുശ്രൂഷകളുടെ മുൻപിൽ പോയി തല കൊടുക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ആരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ പ്രാർത്ഥിക്കാനിരിക്കാവൂ. കാര്യം പകർച്ച വരുന്നത് ഓഥറൈസ്ഡ് ഡീലേഴ്സിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ അകത്ത് മായം കലരാൻ സാധ്യതയുണ്ട് എന്ന് വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇതാ അഭിഷക്തരായ ചിലർ കൈവയ്ക്കുന്നത് കാണുവാൻ സാധിക്കും. വായിച്ചാട്ട് അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം അതിന്റെ 8-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരയണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. മതി. ആത്മാവിന്റെ മറ്റൊരു പ്രമാണം ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ആദ്യമേ നമ്മൾ കണ്ടു, നിങ്ങൾ പോയി വാങ്ങിക്കണം, നിങ്ങൾ പോയി വില മുടക്കി വാങ്ങിക്കണം. വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചില ചിലവുകളുണ്ട്. പക്ഷേ പണം കൊടുത്ത്, രൂപ കൊടുത്ത്, ഡോളർ കൊടുത്ത്, ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത്, ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല അഭിഷേകവും എണ്ണയുടെ പകർച്ചയും. സ്റ്റേജ് വാങ്ങിക്കുവാൻ സാധിക്കും പണം കൊടുത്ത്. $500 കൊടുത്താൽ അതിൽ വലിയ കൺവെൻഷൻ പ്രസംഗിക്കാൻ സാധിക്കും. ഞാൻ ആ ക്രിസ്തീയ ഗോളത്തിന്റെ അകത്തെ അധപ്പതനത്തെ കുറിച്ചാണ് പറയുന്നത്. അഭിഷേകം വിഷയമല്ല. $500 കൊടുത്താൽ വലിയ സ്റ്റേജിൽ പലർക്കും പ്രസംഗിക്കുവാൻ സാധിക്കും. ഇവിടെ പണം കൊടുത്ത് വാങ്ങിക്കുന്നതല്ല അഭിഷേകം. പറയുകയാണ്, വില കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കുകയുള്ളൂ. വില മുടക്കണം, വാങ്ങിക്കുക. ബൈ. വിൽക്കുന്നവരുണ്ട്, പോയി വാങ്ങിക്കുക. വിൽക്കുന്നവരുണ്ട്, പോയി വാങ്ങിക്കുക. ചിലതൊക്കെ സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി നൽകണം. പക്ഷേ ചിലതിന് വില മുടക്കിയെങ്കിലേ ലഭിക്കുകയുള്ളൂ. അതിന്റെ അർത്ഥം പണം കൊടുക്കണം എന്നല്ല, അതിന്റെ അർത്ഥം ഓൺ പേയ്മെന്റ് എന്നല്ല. 10 രൂപ തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം, 15 രൂപ തന്നാൽ ഞാൻ വെളിപ്പാട് പറയാം. നോ, അത് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകും എന്നുള്ള പ്രമാണം ബൈബിളിൽ നമ്മൾ വായിച്ചു കേട്ടു. പണം കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, പകരം വില മുടക്കി വാങ്ങിക്കുന്നതാണ്. നീ അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതിരിക്കാൻ നീ വസ്ത്രം, നിന്റെ കണ്ണിന് ലേപം, ഇതൊക്കെയും വില കൊടുത്ത് വാങ്ങിക്കുക. ചിലതൊക്കെ വില കൊടുത്തെങ്കിലേ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിലരുടെ ശരീരത്തിൽ വരണമെങ്കിൽ ചിലർ വില മുടക്കിയേ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയിൽ വില മുടക്കിയേ പറ്റത്തുള്ളൂ, ശരീരത്തിൽ വില മുടക്കിയേ പറ്റത്തുള്ളൂ. ചിലർ അതിനുവേണ്ടി വില മുടക്കുവാൻ തയ്യാറാകുമ്പോൾ എന്റെ ദൈവം പറയും, എണ്ണ വിൽക്കുന്നവരുടെ കയ്യിൽ നിന്നും നിനക്കത് ലഭിച്ചിരിക്കും. എണ്ണ വിൽക്കുന്നവരുടെ അടുത്ത് പോയാൽ നിനക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. എണ്ണ വിൽക്കുന്നവരുടെ അടുത്ത് പോയി നീ വില മുടക്കിയാൽ നിന്റെ ജീവിതത്തിലേക്ക് അത് പകരപ്പെട്ടിരിക്കും. ദൈവമാണ് നമ്മൾ വില മുടക്കുന്നത് കാണുന്നത്. എത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര സമയം സ്നേഹിതരിൽ നിന്നും മാറിയിരിക്കുന്നുണ്ട്, എത്ര സമയം വില മുടക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു വേദന, എൻ്റെ ജീവിതത്തിൽ ഒരു വില മുടക്കി എന്ന് പറയുവാൻ കഴിയുന്നവരോട് പറയട്ടെ, ദൈവം ആർക്കും കടക്കാരനല്ല. നീ വില മുടക്കിയാൽ നിന്റെ ജീവിതത്തിൽ വരേണ്ട അഭിഷേകത്തിന്റെ പകർച്ച നിന്റെ ജീവിതത്തിൽ വന്നിരിക്കും. ആർക്കും അതിനെ തടയുവാൻ സാധിക്കുകയില്ല. ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പകർച്ചകൾ നടന്നിരിക്കും. ഇവിടെ അപ്പോസ്തലന്മാർ ഇതാ ചില വ്യക്തികളുടെ മേൽ കൈവച്ചു, അവരുടെ മേൽ അഭിഷേകം വരുവാനിടയായി തീർന്നു. അവരുടെ മേൽ അഭിഷേകം വന്നപ്പോൾ ഷീമോൻ എന്നു പേരുള്ള ഒരു മന്ത്രവാദി, അയാളെ കുറിച്ച് നമ്മൾ വായിച്ചത്. ഇയാൾ മന്ത്രവാദിയാണ്. ഇയാൾക്ക് ആത്മലോകത്തെ കുറിച്ച് അറിയാം. ഇന്നത്തെ പെന്തിക്കോസുകാരുടെ കൂട്ടല്ല. ഇന്നത്തെ പെന്തിക്കോസുകാർ ആത്മാവിനെ കുറിച്ചോ ആത്മാവിന്റെ ശക്തിയെ കുറിച്ചോ ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചോ അറിയാത്തവർ. പക്ഷേ ദൈവത്തെ കുറിച്ച് അറിയാം, തിയോളജി അറിയാം, ദൈവത്തെ കുറിച്ചുള്ള ശാസ്ത്രം അറിയാം, ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വഭാവം അറിയാം, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അറിയാം, ദൈവത്തിന്റെ രീതികൾ അറിയാം, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അറിയാം. ഇതൊക്കെ അറിയാം. നല്ല വശം. ഒരു വശം അവിടെ ഇരിക്കുമ്പോൾ ആത്മാവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത കുറച്ചു പേർ, അവർ പഠിപ്പിച്ച് അവരുടെ ബൈബിൾ കോളേജസിന്റെ എക്സ്റ്റൻഷനായി പലയിടത്തും ശക്തിയില്ലാത്ത, ശക്തി കൈകാര്യം ചെയ്യാത്ത, പല ആത്മീയ ശൂന്യത വഹിക്കുന്ന പലരും ഇന്ന് ആത്മാവിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത പെന്തിക്കോസുകാരുള്ളപ്പോൾ ഒരു മന്ത്രവാദി, ആത്മമണ്ഡലത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ ഒരു മന്ത്രവാദി ഇവരെ കണ്ടു. ഞാൻ 2 വശത്ത് നിൽക്കുകയാണ്. ഒരു വശത്ത് ഈ അപ്പോസ്തലന്മാർ ഇതാ ഇവിടെ നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഒരു വശത്ത് ഇതാ
പെന്തിക്കോസ്തിന്റെ ശക്തിയെ അറിയാത്ത, പെന്തിക്കോസ്തിന്റെ അനുഭവമില്ലാത്ത, പെന്തിക്കോസ്തിന്റെ ലേബലുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. മറുവശത്ത് മന്ത്രവാദി ഇരിക്കുന്നു. മന്ത്രവാദിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയത്തില്ല, പക്ഷേ ആത്മലോകത്തെ കുറിച്ച് അറിയാം. അയാൾ നൊയമ്പുകൾ എടുത്ത്, അയാൾ വില മുടക്കി, അയാൾ പല കാര്യങ്ങൾ ചെയ്ത്, ഒരു പക്ഷേ പണം കൊടുത്ത് പല ആത്മശക്തികളെ സ്വാധീനിച്ചു. പക്ഷേ ഈ ശക്തികളുടെ പ്രശ്നം, ഇതിന് മനുഷ്യനോട് സ്നേഹമില്ല, ഇത് മനുഷ്യനെ ഒരിക്കലും സ്നേഹിക്കത്തില്ല, ഒടുവിൽ മനുഷ്യനെ തകർക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ശക്തികൾക്ക് മനുഷ്യനെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഇവർക്ക് അല്പസ്വല്പം പ്രവർത്തിക്കുവാൻ സാധിക്കും, പക്ഷേ മനുഷ്യനെ സ്നേഹിക്കുവാനോ മനുഷ്യനെ രക്ഷിക്കുവാനോ സാധിക്കാത്ത ആത്മശക്തികളെ വശീകരിച്ച്, ആത്മശക്തികളെ ആവഹിച്ച്, ആത്മശക്തികളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി വിലമുടക്കിയെടുത്ത ഒരു കൂട്ടം മന്ത്രവാദികൾ ഇവിടെ നിൽക്കുകയാണ്. മറുവശത്ത് ആത്മമണ്ഡലത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ പൈശാചിക ശക്തിയെക്കുറിച്ചോ കാഴ്ചപ്പാടോ അറിവോ അതിന്റെ ഡൈനാമിക്സ്, അതിന്റെ തത്വങ്ങൾ അറിയാൻ വയ്യാത്ത പെന്തിക്കോസുകാർ. ഈ അപ്പോസ്തലന്മാർ കൈവച്ച് ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് കാണുമ്പോൾ ഈ പരിചയമില്ലാത്തവർ പറയും, ഇത് സൈക്കോളജിയാണ്, ഇത് മാനിപ്പുലേഷനാണ്, ഇതിൻ്റെ അകത്ത് വികാരങ്ങളെ ചൂഷണം ചെയ്യുക. കാര്യം ഇവർക്ക് ആത്മമണ്ഡലത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. മറുവശത്ത് മന്ത്രവാദം ചെയ്ത് ശീലമുള്ളവൻ പറയുക, ഷടാ, ഞാൻ ഒത്തിരി വില മുടക്കി, ഞാൻ പണം ചെലവാക്കി, ഒത്തിരി നൊയമ്പെടുത്ത്, ഒത്തിരി ഉപവസിച്ച് വിലമുടക്കി ലഭിച്ച ഈ ശക്തി, പക്ഷേ ഇതിന്റെ മുൻപിൽ മറ്റേ ശക്തിയെ കാണുമ്പോൾ എൻ്റെ ശക്തിയും ഇതിനെ തുലനം ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇത് ഇത്രയും വില മുടക്കിയിട്ടും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല, എനിക്ക് പണമുണ്ടാക്കുവാൻ മാത്രം സാധിക്കുന്ന ഈ ശക്തി എൻ്റെ കൂടെ ഉള്ളപ്പോൾ അപ്പോസ്തലന്മാർ കൈവയ്ക്കുന്ന ഉടനെ ഈ ശക്തി വ്യാപരിക്കുന്നു. ഇതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. പലരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ മറുവശത്തുനിന്ന് ശീമോൻ വന്നിട്ട് പറയുക, എനിക്കും ഈ ശക്തി ഒന്ന് വേണം. ഞാൻ കൈവച്ചാലും ആത്മാവിന്റെ മണ്ഡലം ചലിക്കുന്ന, ബുദ്ധിക്കും യുക്തിക്കും ഒന്നും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ആത്മപ്രമാണം എനിക്കറിയാം. അതുകൊണ്ട് ഈ നിങ്ങൾ കൈവയ്ക്കുന്നത് പോലെ ഞാനും കൈവയ്ക്കുമ്പോൾ ചിലരുടെ മേൽ ആത്മാവിന്റെ അഭിഷേകം വരുന്നത് പോലെ എനിക്കും കൂടെ അനുഭവം തരാമോ? ഞാൻ പണം തന്നേക്കാം. ആശയം മനസ്സിലായി കാണും. പക്ഷെ ഞാൻ ഇത് ഇവിടെ നിർത്തിക്കൊണ്ടൊരു വാക്ക് പറയട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമോ? അകത്ത് വിശ്വാസത്താൽ സൗജന്യമായി നമ്മളുടെ അകത്ത് വിശ്വസിച്ചപ്പോൾ ലഭിച്ചു. പക്ഷേ പാത്രത്തിൽ എണ്ണ വരണമോ? വില മുടക്കിയേ മതിയാകും. പലരുടെയും ചോദ്യത്തിന്റെ മറുപടികളാകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല. എൻ്റെ മൺപാത്രത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞാൻ ആഗ്രഹിക്കുന്ന അളവിൽ നിറയുന്നില്ല. മൺപാത്രത്തിന്റെ അകത്ത് ഒരു ചുരുങ്ങിയ അളവിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പറയട്ടെ, വിലമുടക്ക് ആ പാത്രത്തിന്റെ അകത്ത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ദൈവം പകർന്നിരിക്കും. വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കുക. ഓത്തറൈസ്ഡ് ഡീലേഴ്സ്. എങ്ങനെയാണ് ഓത്തറൈസ്ഡ് ഡീലേഴ്സിനെ കണ്ടുപിടിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ മെസ്സേജ് കഴിയുന്നതിന് മുൻപേ ഞാൻ അതിനെക്കുറിച്ച് ചില ആശയങ്ങൾ പറയുവാനും ആഗ്രഹിക്കുക. വില മുടക്കി വാങ്ങിക്കുക. വിൽക്കുന്നവരുണ്ടോ? വാങ്ങിക്കുക. അവരുടെ അടുക്കൽ പോയി വാങ്ങിച്ചാൽ, വില മുടക്കിയാൽ ഇത് നിങ്ങൾക്ക് പ്രാപിക്കുവാനിടയായി തീരും. നിങ്ങൾക്ക് സമയം അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ആ നിറവിനായി പ്രാർത്ഥിക്കുകയും വേണം. അത് വർദ്ധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുകയും വേണം. Now, എങ്ങനെയാണ് നമ്മുടെ അകത്തുള്ള അഭിഷേകം സൂക്ഷിക്കുവാൻ സാധിക്കുന്നത്? പല ആശയങ്ങൾ അടുത്ത ചില ചുരുങ്ങിയ നിമിഷങ്ങൾക്കകം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചാട്ട് അടുത്തൊരു ഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 13-ാം അധ്യായം. ഇവിടെ ഒരു പ്രവാചകനെ കാണുവാൻ സാധിക്കും. ഞാൻ ഇവിടെ വരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് സംസാരിച്ചും പരിശുദ്ധാത്മാവിന്റെ ഫലവും പരിശുദ്ധാത്മാവിന്റെ വരവും സൂക്ഷിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അഭിഷേകത്തെ സൂക്ഷിക്കുക എന്നുള്ള വിഷയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 21 22 വാക്യങ്ങൾ. ഒരു പ്രവാചകനെ കാണുവാൻ സാധിക്കും. അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഈ ചരിത്രം അറിയാവുന്ന എത്ര പേരുണ്ട്? Can I see hands? Okay, less than 40%. So ഈ ചരിത്രം അറിയാൻ വയ്യാത്തവരോട് ചരിത്രം പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ദാവീദ് രാജാവിന്റെ കാലത്ത് ഇസ്രയേലും യഹൂദയും 2 രാജ്യങ്ങൾ, അല്ല, അതൊരു രാജ്യമായിരുന്നു. ഞാൻ ഈ സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുന്ന ഭാഗം ഇസ്രയേലായിട്ട് ചിത്രീകരിക്കട്ടെ. ഇത് നോർത്തേൺ സൈഡ്, വടക്കുള്ള വശമാണ്. ജൂഡ എന്ന് പറയുന്ന സ്ഥലം സൗത്ത്, കേരളം സൗത്തിലും ജമ്മു കശ്മീർ നോർത്തിലും ഉള്ളതുപോലെ ഇസ്രയേൽ അങ്ങ് നോർത്തിലും
ജൂഡ സൗത്തിലുമായിരുന്നു. പക്ഷേ ദാവീദ് രാജാവിന്റെ സമയത്ത് ഈ രാജ്യം മുഴുവൻ ഒരുമിച്ചായിരുന്നു. 2 രാജ്യമല്ലായിരുന്നു, ഒരു രാജ്യമായിരുന്നു. ശലോമോന്റെ സമയമായപ്പോഴും ഈ 2 രാജ്യങ്ങളും ഇല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് തുടരുകയാണ്. പക്ഷേ ശലോമോൻ ദൈവസന്നിധിയിൽ തെറ്റിപ്പോയി. ശലോമോൻ തെറ്റിക്കഴിഞ്ഞപ്പോൾ ശലോമോന്റെ കയ്യിൽ നിന്നും ആ രാജ്യം ദൈവം എടുത്തു മാറ്റി. പകരം ശലോമോന്റെ മകനായ റഹബോം എന്ന് പേരുള്ള തന്റെ മകൻ രാജാവായി വന്നിട്ട് ചില കാര്യങ്ങൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. ചരിത്രം അദ്ദേഹം അല്പം കഠിനമായി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങേ സൈഡിൽ നോർത്തിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ഞങ്ങൾ നിന്റെ കൂടില്ല, ഞങ്ങൾ നിന്നെ സേവിക്കത്തില്ല, ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഇതാ ആ ശലോമോൻ രാജാവിന്റെ മകൻ റഹോബോം ജൂഡ എന്ന് പേരുള്ള ചെറിയൊരു സ്ഥലം മാത്രം തനിക്ക് രണ്ട് ട്രൈബ്സ്, 2 ഗോത്രങ്ങൾ മാത്രം തൻ്റെ കൂടെ നിന്ന് ഈ ചെറിയ സ്ഥലത്ത് താൻ ഭരിക്കുവാൻ തുടങ്ങി. ശലോമോന്റെ ദാസനായിരുന്ന യെരോബോവാം എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, നാബാത്തിന്റെ മകനായ യെരോബോവാം, ആ മനുഷ്യനെ ഇസ്രായേലിലുള്ളവർ ബാക്കി 10 ഗോത്രങ്ങളിലുള്ളവർ അവനോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിട്ടിരിക്കുക. അങ്ങനെ ശലോമോന്റെ ദാസനായ യെരോബോവാം ഇവിടെ വന്നു, ഇസ്രായേലിൽ രാജാവായി വാണു. ശലോമോന്റെ മകൻ ചെറിയൊരു സ്ഥലത്ത്, യൂദ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ രാജാവായി വാണു. ഈ യൂദ എന്ന് പറയുന്ന സ്ഥലത്താണ് യെരൂശലേം പട്ടണം ഉണ്ടായിരുന്നത്, ആരാധന ഉണ്ടായിരുന്നത്. ഇസ്രായേലിൽ അങ്ങേയറ്റത്ത് നോർത്ത് ജമ്മു കാശ്മീർ പോലെ ദാൻ എന്ന് പറയുന്ന സ്ഥലവും ഇങ്ങേയറ്റത്ത് ബഥേൽ എന്ന് പറയുന്ന സ്ഥലവും ഈ ഇസ്രായേൽ രാജ്യത്തായിരുന്നു. ഇന്ന് വീണ്ടും യഹൂദയും ഇസ്രായേലും ഒരുമിച്ചാണ്. ഇന്ന് 2 രാജ്യങ്ങളെല്ലാം ഒറ്റ രാജ്യമായിട്ടാണ്. പക്ഷേ അന്ന് ദാൻ, ബഥേൽ, അങ്ങേയറ്റത്ത് ബർഷേബ, ദാൻ മുതൽ ബർഷേബ എന്ന് പറയുന്നത് ഇസ്രായേലും യഹൂദയും കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. സോ ഈ സ്ഥലത്ത് ദാസൻ വാഴുകയാണ്. ഇവിടെ യെരൂശലേമുള്ള ഈ ദൈവത്തിന്റെ ആലയമുള്ള ആരാധന നടക്കുന്ന സ്ഥലത്ത് ശലോമോന്റെ മകൻ റഹോബോവാം രാജാവായി വാഴുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇസ്രായേൽ ഭയങ്കര പ്രോസ്പെറസ്, ഇവരുടെ ക്യാപിറ്റൽ ഇന്ന് ന്യൂഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയതുപോലെ അന്നത്തെ അവരുടെ ക്യാപിറ്റൽ ശമരിയയാണ്. ഇവിടുത്തെ ക്യാപിറ്റൽ യെരൂശലേമാണ്. ഇന്ന് മുഴുവൻ ഇസ്രായേലിനും ക്യാപിറ്റൽ യെരൂശലേം ഉള്ളതുപോലെ, അവരുടെ ആത്മീയ സെന്റർ ആണല്ലോ, അങ്ങനെ മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. സോ യെരൂശലേമിൽ ആരാധന നടക്കുന്നു. ശലോമോന്റെ മകൻ ഇവിടെ വാഴുകയാണ്. ഇസ്രായേൽ വളരെ കൃതാർത്ഥരായി വളരുകയാണ്. ഈ ശലോമോന്റെ മകന്റെ രാജ്യം ശോഷിച്ചിരിക്കുമ്പോൾ ഇസ്രായേൽ രാജ്യം ശക്തമായി വളരുകയാണ്. അതിന് പിൻപിൽ പല ചരിത്രങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യം ശക്തമായി വളരുമ്പോൾ ഇവിടുത്തെ രാജാവിന് ഒരു ചെറിയ ഭയം അകത്ത്. ദാസനായി യെരോബോവാം രാജാവ് വന്നിട്ട് പറയുക, അഥവാ നാളെ ഇവിടുത്തെ ആൾക്കാർ എൻ്റെ രാജ്യം കൃതാർത്ഥമായി വളരുന്നു, എനിക്ക് സകല പൊളിറ്റിക്കൽ സപ്പോർട്ടും മറ്റുള്ള രാജ്യങ്ങൾ തരുന്നുണ്ട്, എൻ്റെ ബിസിനസ് ഒലിവ് ഇൻഡസ്ട്രി വർദ്ധിച്ചു വരികയാണ്, ഇങ്ങനെ രാജ്യത്തിൻ്റെ മിലിറ്ററി, രാജ്യത്തിൻ്റെ എക്കണോമി, രാജ്യത്തിൻ്റെ ബിസിനസ് വർദ്ധിച്ചിരിക്കുമ്പോൾ അഥവാ ആൾക്കാർ ആത്മീയ താല്പര്യത്തോടുകൂടെ അഥവാ യെരൂശലേമിൽ ആരാധനയ്ക്ക് പോയാൽ അവരുടെ ഹൃദയങ്ങളെ അഥവാ ശലോമോന്റെ മകൻ സ്വാധീനിച്ചാൽ എൻ്റെ സ്വാധീനം കുറയുമല്ലോ, എൻ്റെ സ്ഥാനത്തിന് ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകുമല്ലോ, എനിക്കൊരു ചെറിയ ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ജനത്തെ യെരൂശലേമിലേക്ക് അയക്കരുത്, ഈ അതിരിൻ്റെ ഇപ്പറേ മാത്രം ആൾക്കാർ നിന്നാൽ മതി, അങ്ങോട്ട് ആരാധനയ്ക്ക് പോകണ്ട, സ്പിരിച്വൽ കണക്ഷനെ കട്ട് ചെയ്ത് കളയാം. അതുകൊണ്ട് രാജാവ് ഒരു കാര്യം ചെയ്തു. ശലോമോന്റെ ദാസനായിരുന്ന ഇപ്പോൾ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ആ രാജാവ് 2 വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി. ഒന്നിനെ യെരൂശലേമിന്റെ തൊട്ടിപ്പുറേ ബഥേലിൽ കൊണ്ട് നാട്ടി, ബഥേലിൽ. മറ്റൊന്നിനെ ദാൻ, അങ്ങ് നോർത്തൺ അറ്റത്ത് കൊണ്ട് ദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു കാളക്കുട്ടിയും പ്രതിഷ്ഠിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇസ്രായേലേ നോക്ക്, നിങ്ങളെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് യെരൂശലേം വരെ പോയി അവിടെ ആരാധിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ആരാധിച്ചാൽ മതി. ആൾക്കാരെ വശീകരിക്കുവാൻ, ആൾക്കാരെ ആത്മീയത്തിൽ നിന്നും മാറ്റുവാൻ രാജാവ് ഒഫീഷ്യലി, രാജ്യത്തിന്റെ ഒഫീഷ്യൽ നിയമം അനുസരിച്ച് ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. ആൾക്കാർ ബഥേലിൽ വന്നു, കാളക്കുട്ടിയുടെ മുൻപിൽ, വിഗ്രഹത്തിന്റെ മുൻപിൽ ആരാധന തുടങ്ങി. ദാനിൽ പോയി ആരാധന തുടങ്ങി. യെരൂശലേമിൽ പോകാതിരിക്കുവാൻ അവർ പരിശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിലേക്ക് ദൈവം ഒരു പ്രവാചകനെ അയച്ചു. ബഥേലിൽ ആ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിടാതെ ഈ ബഥേലിൽ ഇങ്ങനെ ഒരു ആരാധന തുടങ്ങിയതിനാൽ ഇവിടെ ഒരു സംഭവം സംഭവിക്കും.
ഇവിടെ ഈ ഈ യാഗപീഠത്തിൽ ഇതാ ചില ദുർമരണങ്ങൾ, ചിലരെ വെട്ടുവാൻ, ചിലരെ വല്ലാതെ, ചിലരുടെ അസ്ഥികൾ കരിക്കുവാൻ, ആ ചരിത്രം നിങ്ങൾ പോയി വായിച്ചാൽ മതി. വല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകും. ഈ യാഗപീഠം പിളർന്നു പോകും. അടയാളങ്ങൾ പറഞ്ഞു. രാജാവ് കേട്ടോണ്ടിരിക്കുക. രാജാവിന് കണ്ടമാനം ദേഷ്യമായി. രാജാവ് കൈ ചൂട്ടി പറഞ്ഞു, അവനെ അറസ്റ്റ് ചെയ്യുക, അവനെ വിടരുത്. അറസ്റ്റ് ചെയ്യുവാൻ കൈ നീട്ടി അറസ്റ്റ് ചെയ്യുവാൻ ഓർഡർ കൊടുത്തപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, രാജാവിന്റെ കൈ വരണ്ടുപോയി. എന്തോ എടുത്താലും പാരലൈസ് ആയി പോയി. എടുക്കാൻ പറ്റുന്നില്ല, കൈ പിന്നെ അനക്കാൻ പറ്റുന്നില്ല, കൈ പാരലൈസ് ആയി പോയി. രാജാവ് അവിടെ കിടന്ന് നിലവിളിച്ച്, ദൈവമനുഷ്യനെ, പ്രവാചകനെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക, എന്റെ കൈ വീണ്ടും ഒന്ന് സ്വസ്ഥമാകുവാൻ, സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്ക. ആ പ്രവാചകൻ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ രാജാവിന്റെ കൈ ഒന്ന് തിരിച്ച് സൗഖ്യമാക്കണം. അത് പ്രാർത്ഥിച്ച ഉടനെ രാജാവിന്റെ കൈ വീണ്ടും നോർമലായി. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ആ യാഗപീഠം പിളർന്നു മാറി. പ്രവാചകൻ പറഞ്ഞതുപോലെ പിളർന്നു മാറി. യാഗപീഠം പിളർന്നു, അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ നിലത്തുപോയി. ഓൾ റൈറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് പറഞ്ഞു, നീ ഒരു ദൈവമനുഷ്യനാ, ഞാൻ തിരിച്ചറിയുന്നു. കാര്യം, ഞാൻ നിനക്ക് വിരോധമായി സംസാരിച്ചു, എൻ്റെ കൈ തളർന്നു പോയി. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ കരങ്ങൾ നോർമലായി, സൗഖ്യമായി. അതുകൊണ്ട് നീ ഒരു ദൈവമനുഷ്യനാണെന്ന് ഞാൻ അറിയുന്നു. ഒരു കാര്യം ചെയ്യണം, എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുക, വിശ്രമിക്കുക, ഞാൻ നിനക്കൊരു പ്രതിഫലം തരാം. ദൈവമനുഷ്യൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അവിടുന്ന് അപ്പം കഴിക്കരുത്, നീ അവിടുന്ന് വെള്ളം കുടിക്കരുത്, നീ പോയ വഴിയെ മടങ്ങി വരരുത്, മറ്റൊരു വഴിയായി മടങ്ങി വരണം. അതുകൊണ്ട് രാജാവേ, നിന്റെ വീട്ടിൽ വരത്തില്ല, ഞാൻ ആഹാരം കഴിക്കത്തില്ല, ഇവിടെ നിന്ന് വെള്ളം പോലും കുടിക്കത്തില്ല, മടങ്ങിപ്പോകുകയാണ്. അഭിഷേകം കാത്തു സൂക്ഷിച്ച ആ പ്രവാചകനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും അവിടുന്ന് ഇറങ്ങി അല്പം അങ്ങോട്ട് ചെന്നപ്പോൾ ആ ബഥേലിൽ മറ്റൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. വായിക്കാം, അത് വായിക്കാം, പെട്ടെന്ന് വായിക്കണം. ഓ യെസ്, ഏത് വാക്യം? 11-ാം വാക്യം. ബേഥേലിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു. Listen to this. ഒരു പ്രവാചകനാണ്. ഇയാൾ കള്ളപ്രവാചകനാണെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇയാൾ ഒരു പ്രവാചകനാണ്. പക്ഷെ എവിടെയാ പാർക്കുന്നത്? ബഥേൽ. അങ്ങനെ പറഞ്ഞാൽ പോരാ. കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കുന്ന, യാഗപീഠം ഉയർത്തിയ, പൊളിറ്റിക്കൽ ആഗ്രഹങ്ങൾ കൊണ്ട്, വ്യക്തിപരമായ സ്വാർത്ഥ ഇച്ഛകൾ കൊണ്ട് ആരാധനാക്രമത്തിൽ വ്യത്യാസം വരുത്തി ദൈവജനത്തെ മാറ്റി നിർത്തുവാൻ വന്ന ഒരു രാജാവിന്റെ സന്നിധിയിൽ ആ കാളക്കുട്ടിയെ പ്രതിഷ്ഠിച്ച സ്ഥലത്ത് ഇതാ പ്രവാചകൻ ഒരു പ്രശ്നവുമില്ലാതെ താമസിക്കുകയാണ്. ചോദ്യം, ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന സ്ഥലത്ത്, ഹേ പ്രവാചക, നീ എങ്ങനെ അവിടെ പാർത്തു വരുന്നു? ആദ്യത്തെ പ്രവാചകനെ കുറിച്ച് ഞാൻ പറഞ്ഞു. രാജാവ് സംസാരിച്ചപ്പോൾ ഇതാ അഭിഷേകം കാത്തു സൂക്ഷിച്ച് രാജാവിന്റെ ഭവനത്തിൽ, രാജാവിന്റെ ആഹാരത്തിൽ, രാജാവിന് തരുന്ന വെള്ളത്തിൽ, രാജാവ് തരുന്ന പ്രതിഫലത്തിൽ ആഗ്രഹം കാണിക്കാതെ ദൈവത്തിന്റെ പ്രമാണത്തിനായി നിന്ന് അനുസരണം കാണിച്ച്, ഇവിടുന്ന് ആഹാരമാകട്ടെ, ഇവിടുന്ന് വെള്ളമാകട്ടെ, വന്ന വഴിയെ മടങ്ങിപ്പോകാതെ ഞാൻ വിലമുടക്കും എന്ന് തീരുമാനിച്ച, രാജാവിന്റെ പ്രീതി സമ്പാദിക്കുവാൻ ആഗ്രഹിക്കാതെ പുറത്തു വന്ന അഭിഷേകം സൂക്ഷിച്ച ഒരു ചെറിയ പ്രവാചകനെ കാണുവാൻ സാധിക്കും. പക്ഷേ ഇതാ മറ്റൊരു വൃദ്ധനായ പ്രവാചകൻ. എക്സ്പീരിയൻസ് ഉണ്ടോ? കാര്യമായ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുവാണെന്നറിയാമോ? പാത്രത്തിൽ എണ്ണയുണ്ട്, ഇവന് പ്രവചനമുണ്ട്. പക്ഷേ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്ന് വ്യക്തമായി പഠിച്ചു. ഇംഗ്ലീഷിൽ പറയും, he has learned the tricks of the trade. ഈ കാര്യം എങ്ങനെ നന്നായി കൊണ്ടുപോകണം എന്നുള്ള ടെക്നിക്ക് എല്ലാം പഠിച്ചു. അർത്ഥം, അകത്തുള്ള തീ നഷ്ടപ്പെട്ടെങ്കിലും ഇയാൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. കൃപാവരം കൈകാര്യം ചെയ്യാൻ അറിയാം. ഓൾ റൈറ്റ്. ഇയാൾ വന്നിട്ട് പറഞ്ഞു, ഇയാൾ ബഥേലിൽ തന്നെ പാർക്കുകയാണ്. എന്റെ ചോദ്യങ്ങളിൽ 2-3 ചോദ്യങ്ങൾ. ഒന്ന്, ഇയാൾ ഇങ്ങനെ ദൈവ പ്രമാണത്തിന് വിരോധമായി നിന്ന സ്ഥലത്ത് എങ്ങനെ പ്രയാസം കൂടാതെ പാർത്തു വന്നു? 2, ഈ പ്രതിഷ്ഠിച്ച കാളയ്ക്കും ഈ യാഗപീഠത്തിനും വിരോധമായി ഒരു ദൈവിക അരുളപ്പാടില്ലാതെ എങ്ങനെ ഈ പ്രവാചകൻ അവിടെ തുടർന്നു? ചില സാഹചര്യങ്ങളെ നേരിടുവാൻ കഴിയാതെ ഭീരുത്വം കാണിച്ചാൽ ഞാൻ പറയട്ടെ, ഉള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. ആവർത്തിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. അഭിഷേകം കൈകാര്യം ചെയ്യുന്നവർ സാഹചര്യങ്ങളെ നേരിടുവാൻ അകത്തിന്റെ അകത്ത് ധൈര്യമില്ലെങ്കിൽ അഭിഷേകം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മറക്കരുത്. ഈ വൃദ്ധനായ പ്രവാചകന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിരുന്നു. 18-ാം വാക്യം വായിച്ചാട്ടെ. 18-ാം വാക്യം. അതിന് അവൻ, ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാകുന്നു. ഓ, വൃദ്ധനായ പ്രവാചകൻ ഈ ഭയങ്കര ശക്തനായ പ്രവാചകനോട് പറയുക, ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാകുന്നു. വായിച്ചാട്ടെ.
അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ പ്രവാചകന്മാർക്കും കള്ളം പറയുവാൻ സാധിക്കും. എന്നിട്ടും ഇയാളെ കള്ളപ്രവാചകൻ എന്ന് പറയുന്നില്ല. ശ്രദ്ധിച്ചോണം, പ്രവാചകൻ തന്നെയാ പറയുന്നത്. ഇയാൾ പറഞ്ഞു, നീ വാ, എൻ്റെ വീട്ടിൽ വാ, നിന്നോട് ദൈവം പറഞ്ഞല്ലോ കഴിക്കല്ലെന്ന്, പക്ഷേ എന്നോട് ദൂതൻ വന്ന് പറഞ്ഞു നിന്നെ വിളിച്ചോണ്ടെന്ന് ആഹാരം തരാൻ. സീനിയർ പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോൾ തന്നോട് സംസാരിച്ച വാക്കുകളിൽ ദൈവം ഇടപെട്ടതിനെ താൻ വിട്ടുകളഞ്ഞു. താൻ അവിടെ പോയി ആഹാരം കഴിച്ചു. പക്ഷേ എന്നിട്ടും തൻ്റെ കൃപാവരത്തിനൊരു കുറവുമില്ല. വായിച്ചാട്ട് 21, 22 വീണ്ടും വായിച്ചാട്ട്, നമ്മൾ വായിച്ചതാണ്. അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഓ മൈ ഗുഡ്നസ്! ഒറ്റ നിമിഷം മുൻപേ 18-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു, വാ, എന്റെ വീട്ടിൽ വാ, ആഹാരം കഴിക്ക എന്ന കള്ളത്തരം പറഞ്ഞ, കള്ളപ്രവചനമല്ല, കള്ളത്തരം പറഞ്ഞ ആ മനുഷ്യന്റെ വായിൽ കൂടെ തന്നെ അടുത്ത ആലോചന. എൻ്റെ ചോദ്യം, കള്ളം പറഞ്ഞവന്റെ വായിൽ കൂടെ അടുത്ത കറക്റ്റായിട്ടുള്ള ആലോചന വരുമോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളുടെ അകത്തുള്ള കൃപാവരങ്ങളെ ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് മനസ്സിലാകും. ഞാൻ പറഞ്ഞൊരു ആശയം മനസ്സിലാകും. യൂദയിൽ നിന്നും ദൈവം അയച്ചിട്ട് ഈ പ്രവാചകൻ ബഥേലിൽ വന്നു. ആ രാജ്യത്തിൽ നിന്നും ഈ രാജ്യത്തിൽ വന്നു. ബഥേലിൽ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ ദൈവമനുഷ്യൻ തൻ്റെ പുത്രന്മാർ വന്നു പറഞ്ഞു, പ്രായമുള്ള പ്രവാചകനോട് പറഞ്ഞു, ഡാഡി, ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ തിരിച്ചു പോയിട്ടുണ്ട്. ആളോ, എൻ്റെ കുതിര പെട്ടെന്ന്, എൻ്റെ കഴുതയെ പെട്ടെന്ന് കോപ്പിട്, ഞാൻ അങ്ങോട്ട് പോകുക. ഓടിച്ചെന്നപ്പോൾ ഈ മനുഷ്യൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ്. വൃദ്ധനായ പ്രവാചകൻ ചോദിച്ചു, നീ തന്നെയാണോ യൂദയിൽ നിന്ന് വന്ന ആ പ്രവാചകൻ? പറഞ്ഞു, അതെ, ഞാനാണ്. എന്നാൽ ഞാൻ ഇന്ന സീനിയർ പ്രവാചകനാണ്, വാ, എൻ്റെ കൂടെ വാ. പറഞ്ഞില്ല, ഞാൻ തിരിച്ചു പോകുകയാണ്. പക്ഷേ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ലിസൺ ടു ദിസ്, നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും ക്ഷീണിച്ചിരിക്കുമ്പോൾ അവിടെയാണ് നമ്മളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുവാൻ പിശാചിന് പദ്ധതിയുള്ളത്. അതുകൊണ്ടാണ് യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് വിശന്നിരിക്കുമ്പോൾ പിശാച് പരീക്ഷിക്കുവാൻ അടുത്തു വന്നത്. നമ്മളുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ സാഹചര്യങ്ങൾ തളർന്നിരിക്കുമ്പോൾ നമ്മളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുവാൻ പിശാച് അടുത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് മറക്കരുത്. അതുകൊണ്ടാണ് കഴിഞ്ഞ സെക്കൻഡ് വീക്കിന്റെ ഫാസ്റ്റിംഗ് പ്രയറിൽ ശക്തമായ ദൈവാത്മാവ് പറഞ്ഞത്, വി ഓപ്പറേറ്റ് ഔട്ട് ഓഫ് ആൻ ഏരിയ ഓഫ് സെക്യൂരിറ്റി. നമ്മളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്തിൽ മാത്രമേ നമ്മൾക്ക് പ്രവർത്തിക്കുവാൻ അനുവാദമുള്ളൂ. എവിടെയെങ്കിലും നമ്മളുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ ക്ഷീണിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോണം, കർത്താവേ, ഇപ്പോൾ ശത്രുവിനെ തൊടുവാൻ കഴിയാതെ എനിക്കൊരു പരിപാലനം തരണം, എനിക്കൊരു കാവൽ തരണം. ഏലിയാവേ, നീ ചൂരച്ചോട്ടിലിരിക്കുമ്പോഴാണ് നിനക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത വരുന്നത്. നീ എവിടെ ഏകാന്തതയിൽ, എവിടെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നോ അവിടെ നിനക്ക് വിരോധമായി ഉയരുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് എന്ന് മറക്കരുത്. ഈ പ്രവാചകൻ വന്നു, വൃദ്ധനായ പ്രവാചകൻ വന്ന് കള്ളം പറഞ്ഞ്, കള്ളപ്രവചനം ഞാൻ പറയുന്നില്ല, കള്ളം പറഞ്ഞ് ഈ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ 21, 22 വാക്യമായപ്പോൾ പെട്ടെന്ന് അരുളപ്പാടുണ്ടായി. പറഞ്ഞോട്ടോ, നീ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ, നീ അനുസരണം കാണിക്കാതെ വന്നതും കൊണ്ട് നീ മരിച്ചു പോകും, നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ നിന്നെ അടക്കത്തുമില്ല. എന്ത് സംഭവിച്ചു? ചരിത്രം വായിച്ചാൽ കാണുവാൻ സാധിക്കും. ഇയാൾ ആഹാരം കഴിച്ചു, എന്നിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്ന വഴിയിൽ, ഇയാൾ കുതിരയും കോപ്പിട്ട് പോകുന്ന വഴിയിൽ ഇതാ ഒരു സിംഹം തനിക്ക് വിരോധമായി വന്നു. ബൈബിൾ പറയുന്നു, ആ സിംഹം ഈ പ്രവാചകനെ കൊന്നു. ഈ പ്രവാചകന്റെ ശരീരം കടിച്ചു കീറിയില്ല, കഴുതയെ കൊന്നില്ല. കഴുത ഒരു സൈഡിൽ, സിംഹം ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൾക്കാർ വന്നു പറഞ്ഞു, ആ പ്രവാചകൻ മരിച്ചുപോയി, അവന്റെ ശരീരം അവിടെ വഴിയിൽ കിടക്കുന്നു, കഴുതയും സിംഹവും 2 വശത്തായി നിൽക്കുന്നു. ഈ പ്രായമുള്ള പ്രവാചകൻ പോയി ഈ മനുഷ്യനെ കൊണ്ടുവന്ന് തന്റെ കല്ലറയിൽ അടക്കിയതായി ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങോട്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകവും അല്ല, പാത്രം തന്നെ ഉടഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് മറക്കരുത്. ഈ പാത്രം പാനീയയാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട പാത്രമാണ്. ഒരു വഴിയിൽ സിംഹം തകർത്ത് കളയേണ്ട പാത്രമല്ല നമ്മുടെ മൺപാത്രം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാത്രം തകർന്നു പോകും.
ഇതുപോലെ മറ്റൊരു സംഭവം കൂടെ, ഒരു സീനിയർ ലീഡർഷിപ്പ് ജൂനിയർ ലീഡർഷിപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അടുത്ത അഭിഷേകവുമായുള്ള വെളിച്ചത്തിൽ ഞാൻ മറ്റൊരു ആശയം കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടത് സീനിയർ ആയിട്ടുള്ള ഒരു പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ജൂനിയർ ആയിട്ടുള്ള ഒരാളിനെ സ്വാധീനിക്കുകയും തൻ്റെ ജീവിതത്തിലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി തൻ്റെ മേൽ ഉണ്ടായിരുന്ന ആ അഭിഷേകം വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ പൗലോസ് അപ്പോസ്തലന് പറയുവാൻ സാധിക്കും, എൻ്റെ ശരീരത്തിലുള്ള ആ അഭിഷേകമുണ്ടല്ലോ, അത് പാനീയയാഗമായി ചില നിമിഷങ്ങൾക്കകം സമർപ്പിക്കപ്പെടും. പക്ഷേ മറ്റേ പ്രവാചകന് പറയുവാനുള്ളത്, എൻ്റെ മൺപാത്രത്തെ തകർത്തുകൊണ്ട് ഇതാ എൻ്റെ ജീവിതം ഇതാ തകർന്ന് ശൂന്യമായി പോയി. മറ്റൊരു അനുഭവം കൂടെ ഞാൻ എടുത്തു വരച്ച് കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സീനിയർ ലീഡർഷിപ്പ് ജൂനിയർ ലീഡർഷിപ്പിനെ സ്വാധീനിക്കുവാൻ സാധിക്കുമോ? വായിക്കണം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. ശമൂവേൽ എന്ന് പേരുള്ള ഒരു പ്രവാചകൻ കറപ്റ്റായി പോയ, അധപ്പതിച്ചു പോയ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഇതാ ശമൂവേൽ ബാലനെ കാണുവാൻ സാധിക്കും. വായിച്ചാട്ട് 1 ശമൂവേൽ 3-ാം അധ്യായം 14-ാം വാക്യം. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ദൈവം ശമൂവേൽ ബാലനോട് പറയുകയാണ്, ഒരു യാഗത്തിനും യാതൊരു രീതിയിലും ഇവരുടെ പാപത്തിനും അകൃത്യത്തിനും പരിഹാരമില്ലാത്തതുപോലെ ഇവരുടെ പാപങ്ങൾ എൻ്റെ മുൻപിൽ വളർന്നു കഴിഞ്ഞു, വർദ്ധിച്ചു കഴിഞ്ഞു. ഇവരുടെ ജീവിതത്തിൽ ഇനിയും ഇവർക്ക് യാതൊരു വഴിയുമില്ല. ഏലി പുരോഹിതൻ ഇതാ കസരയിൽ നിന്നും പുറകോട്ട് വീണ് ഒടിഞ്ഞു മരിക്കും. അവന്റെ 2 പുത്രന്മാർ അവരെ തന്നെ വല്ലാതെ വഷളാക്കി കളഞ്ഞ ആ പുത്രന്മാർ അവർ യുദ്ധത്തിൽ തകർന്നു പോകും. ഒരു യാഗത്തിനും ഇനിയും അവരെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. വല്ലാതെ കറപ്റ്റായി പോയ, തകർന്നു പോയ ഒരു നേതൃത്വം, ഒരു നേതൃവൃന്ദം. ഒരുപക്ഷേ ശമൂവേൽ ബാലനെ വല്ലാതെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കുന്ന ശമൂവേൽ, പക്ഷേ ശ്രദ്ധിക്കണം, ആ നേതൃത്വത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ അവൻ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന ജനം മുഴുവൻ തിരിച്ചറിഞ്ഞു. ചോദ്യം, നേതൃത്വം കറപ്റ്റാണെങ്കിൽ, നമ്മളെ സ്വാധീനിക്കുന്നവർ കറപ്റ്റാണെങ്കിൽ, അവർ അകൃത്യത്തിലും അവർ ദൈവം പോലും ക്ഷമിക്കാത്ത പാപത്തിലാണെങ്കിൽ നമ്മൾക്ക് അവിടെ നിലനിൽപ്പുണ്ടോ? നമ്മൾക്ക് അവിടെ സ്ഥാപിക്കുവാൻ സാധിക്കും? ഒരു വശത്ത് ഒരു പ്രവാചകൻ യൂദയിൽ നിന്നും വന്ന പ്രവാചകനെ സ്വാധീനിച്ച് ജീവിതത്തെ തകർത്ത് കളഞ്ഞപ്പോൾ ഇതാ മറ്റൊരിടത്ത് തകർന്നുപോയ ആ നേതൃത്വം, അധപ്പതിച്ചു പോയ നേതൃത്വത്തിന്റെ കീഴിൽ മാതാപിതാക്കളുടെ സ്വാധീനമില്ലാതെ ദീർഘനാളുകൾ വസിച്ച ഇതാ ശമൂവേൽ ബാലൻ പിന്നത്തേതിൽ ദൈവത്തിന്റെ പ്രവാചകനായി മാറി. ഞാൻ സഭയോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മൾ എവിടാണെങ്കിലും ദൈവത്തിന് നമ്മളെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. ഏത് നേതൃത്വത്തിന്റെ കീഴിലാണെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ നട്ടടത്ത് നിന്നാൽ ദൈവം നമ്മളെ ഉയർത്തിയിരിക്കും. ഇന്ന് ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ചിലരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, തെറ്റായ രീതിയിൽ സ്വാധീനിക്കുവാൻ ആർക്കും സാധിക്കാത്തതുപോലെ ഒരു വലയമുണ്ടായിരിക്കും. മറ്റു വാക്യം കൂടെ വായിച്ച് ഞാൻ ഇന്നത്തെ മെസ്സേജ് പ്രാർത്ഥനയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മെസ്സേജ് അവസാനിപ്പിച്ച് പ്രാർത്ഥനയിൽ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 5-6 വാക്യം എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ആശയം പറയട്ടെ. നമ്മൾ ധരിക്കുന്ന വസ്ത്രം വളരെ 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 അർത്ഥമുള്ളതാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മളുടെ ഐഡന്റിറ്റിയെ കാണിക്കും. ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തിരിച്ചറിയാം. ഒരു പോലീസ് ഓഫീസറെ കാണുമ്പോൾ തിരിച്ചറിയാം. അവരുടെ യൂണിഫോം കാണുമ്പോൾ, വസ്ത്രം കാണുമ്പോൾ വ്യക്തികളെ തിരിച്ചറിയും. നമ്മൾ സ്നാനത്തിൽ കൂടെ ക്രിസ്തുവിനെ ധരിക്കുക. ലോകവും പിശാചും കാണുമ്പോൾ, മനുഷ്യരല്ല, ലോകവും പിശാചും കാണുമ്പോൾ ക്രിസ്തേശുവിൻ്റെ അധികാരം, ക്രിസ്തേശുവിൻ്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മമണ്ഡലത്തിൽ കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അതേസമയം മറ്റു ചിലത് ധരിക്കുമ്പോൾ നമ്മുടെ കാവലിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന് ചില അങ്ങോട്ട് തിരിയാൻ ശരിയാകത്തില്ല. പെന്റിയം കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പറയാനാണ് വന്നത്, അങ്ങോട്ട് തിരിയുന്നില്ല. ചിലപ്പോൾ ഈ ഫയർ ഫൈറ്റേഴ്സ് അവർ മാസ്ക് ഇടുന്നത്, അവരുടെ വസ്ത്രം കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം എബോല എന്ന രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ രോഗികളെയും ആ മരിച്ചവരെയും ക്രിമേറ്റ് ചെയ്യുവാൻ പോകുന്നവർ പ്രത്യേക തരത്തിലുള്ള വെള്ള കളറിലുള്ള വസ്ത്രം ധരിച്ച് ഉള്ള ഫോട്ടോസ് നമ്മൾ കണ്ടു കാണും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടന്നത്. അവർ വസ്ത്രം ധരിക്കുന്നത് ഐഡന്റിറ്റി മാത്രമല്ല, അധികാരത്തെക്കാൾ ഉപരി അവർ വസ്ത്രം ധരിക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനാണ്, അവരെ സൂക്ഷിക്കുവാനാണ്. ചില വസ്ത്രങ്ങൾ ആരും അറിയാതെ ഉള്ളിൽ കടക്കുവാൻ. അതാ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്, ആടിന്റെ വേഷം ധരിച്ച ചെന്നായ്ക്കൾ വരും ആക്സസിന് വേണ്ടി, എങ്ങനെയെങ്കിലും അകത്ത് കടക്കുവാനായി വരും. വസ്ത്രത്തിന് പല ഉദ്ദേശങ്ങളുണ്ട്.
നമ്മൾ തുറന്ന് വായിക്കുന്ന ഒരു വസ്ത്രം നമ്മൾക്ക് കാവൽ തരുന്നതാണ്. ഒരു വശത്ത് ഇതാ യുദ്ധത്തിന് പോകുമ്പോൾ, നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന്റെ വസ്ത്രം, അതിനെക്കുറിച്ച് പറയുന്നു സർവായുധവർഗം ധരിച്ചു കൊള്ളണം. പക്ഷേ നമ്മൾ ഭവനത്തിലിരിക്കുമ്പോൾ സർവായുധവർഗമല്ല ധരിക്കുന്നത്. വായിച്ചാട്ട് 1 പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഹോൾ മെസ്സേജിന്റെ സമ്മറിയിലേക്ക് നമ്മൾ വരികയാണ്. യു നോ വാട്ട്, നമ്മൾ എവിടെയെങ്കിലും ശത്രു നമ്മളെ തൊടാതെ, യെസബേലിന്റെ ആത്മാവ് തൊടാതെ, ചെന്നായ്ക്കൾ നമ്മളെ തൊടാതെ എവിടെയെങ്കിലും കാവൽ വേണമോ? ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, താഴ്മ ധരിച്ചോ. താഴ്മ ധരിച്ചോ എന്ന് പറഞ്ഞാൽ, താഴ്മ ധരിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം അറിഞ്ഞോണം, പിന്നെ മറ്റൊന്നിനും തൊടാൻ സാധിക്കത്തില്ല. കാര്യം, ദൈവം കൃപ വർദ്ധിപ്പിക്കും. കർത്താവേ കൃപ വേണം, കൃപ വേണം. ആഗ്രഹം നല്ലതാണ്, കൃപ വേണം, കൃപ വേണം. പ്രാർത്ഥന നല്ലതാണ്, കൃപ വേണം, കൃപ വേണം. നമ്മളുടെ പ്രയത്നങ്ങൾ നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. പക്ഷേ നിഗളത്തിന്റെ ഭാവമുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയാണ്. പകരം താഴ്മ ധരിച്ചാൽ, അത് വസ്ത്രമായിട്ടൊന്ന് ഏറ്റെടുത്താൽ അതിൻ്റെ അകത്ത് കാവലുണ്ട്. 2, അതിൻ്റെ അകത്ത് ചില പകർച്ചയുമുണ്ട്. താഴ്മ ധരിക്കുന്നവർക്ക് ദൈവം കൃപ, ഹല്ലേലൂയ, ദൈവം കൃപ പകരും. എന്തിനാണെന്നറിയാമോ? ഒരു ശക്തിയും തൊടാതെ, ഒരു ചെന്നായും നിന്നെ തൊടാതെ, ഒരു കടിച്ചു കയറുന്ന സിംഹവും നിന്നെ തൊടാതെ, ഒരു യെസബേൽ ശക്തിയും നിന്നെ തൊടാതെ. ചിലർ താഴ്മ ധരിച്ചാൽ, ഞാൻ പറയട്ടെ, ഏത് സീനിയർ നേതൃത്വത്തിലുള്ളവരായിരിക്കും, ഏത് അധികാരത്തിൽപ്പെട്ടവരായിരിക്കും, ഏത് അകൃത്യത്തിൽ പോയവരായിരിക്കും, ഏത് പ്രവാചകനായിരിക്കും, ഏത് കള്ളത്തരം പറയുന്ന വ്യക്തികളായിരിക്കും, താഴ്മ ധരിക്കുന്ന ഒറ്റ വിഷയം ഏറ്റെടുത്താൽ അതിൻ്റെ അകത്ത് കൃപയുടെ വർധനവുമുണ്ട്, അതിനകത്ത് വലിയ കാവലുമുണ്ട്. ശമൂവേൽ ബാലനെ നിനക്കറിയാം, ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട്. നിനക്കറിയാം, ഏലി പുരോഹിതൻ ദൈവവചനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ നിന്റെ താഴ്മ എങ്ങനെയുണ്ട്? ശമൂവേൽ ബാലൻ പറയും, എന്നെ ഏൽപ്പിച്ച അധികാരത്തിന്റെ കീഴിൽ ഞാൻ നിൽക്കും. എന്നെ ഏൽപ്പിച്ച അധികാരങ്ങൾ എത്ര വഷളായാലും ഞാനൊരു കാര്യം അറിയുന്നു, ഞാൻ താഴ്മ ധരിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിനാൽ സ്വാധീനിക്കപ്പെട്ടെന്നല്ല, ഞാൻ താഴ്മ ധരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏലി പുരോഹിതന്റെ മക്കൾ പോയ വഴിയെ ഞാനും പോകുമെന്നല്ല, ഞാൻ താഴ്മ ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കൃപ വർദ്ധിക്കും. എൻ്റെ പ്രമാണങ്ങൾ ഞാൻ മുറുകെ പിടിക്കും. എൻ്റെ ജീവിതത്തിൽ കൃപയും വലിയ കാവലും ദൈവം തന്നിരിക്കും. ഇന്നത്തെ എൻ്റെ ഫോക്കസ് പോയിന്റ് ഞാൻ പറയട്ടെ, വി ഓപ്പറേറ്റ് ഔട്ട് ഓഫ് എൻ ഏരിയ ഓഫ് സെക്യൂരിറ്റി. നമ്മൾ കാവൽ, സുരക്ഷിതത്വമുള്ള ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഭവനം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ചുറ്റുപാടുകൾ, സകലവും ഒരു കാവൽ വേണമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, താഴ്മ ധരിക്കുക, അവിടെ വലിയ കാവലുണ്ട്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്തോത്ര കാഴ്ചയിലേക്ക് നമ്മൾ പോകുകയുള്ളൂ. ഇപ്പോൾ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. ഞാൻ ആരോടും എണീൽക്കുവാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, ഒരു പൈശാചിക ശക്തിയും, ഒരു യെസബേൽ ശക്തിയും, ഒരു ചെന്നായുടെ ശക്തിയും ഒന്നിനും തൊടുവാൻ കഴിയാത്തതുപോലെ ഒരു കാവലുണ്ടാകുവാൻ. അത് നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ആത്മീയത്തെ, നമ്മുടെ കൃപാവരങ്ങളെ, നമ്മുടെ ഡോക്ട്രിൻസ്, ഉപദേശങ്ങളെ, നമ്മുടെ സാമ്പത്തികത്തെ, നമ്മുടെ യാത്രകളെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ യാതൊന്നിനെയും തൊടുവാൻ കഴിയാത്തതുപോലെ ഒരു വലിയ കാവൽ നമ്മൾക്ക് ചുറ്റുമുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഒരു തെറ്റായ സ്വാധീനവും നമ്മുടെ മേൽ വരാതെ ഒരു താഴ്മയാൽ ദൈവം ഓരോ വ്യക്തികളെയും ധരിപ്പിക്കുവാൻ, താഴ്മ എന്ന വസ്ത്രം ധരിപ്പിക്കുവാൻ ഇന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ പോകുക. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ട്. താങ്ക് യു ലോർഡ്. കർത്താവേ, വലിയ കാവലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കുകയാണ്. രോഗത്തിൽ നിന്നും, സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും, ചുറ്റുപാടുകളിൽ ഞങ്ങൾക്ക് വിരോധമായി ഉയരുന്ന സകല പൈശാചിക മണ്ഡലങ്ങളുടെ എല്ലാ പോരിൽ നിന്നും ഞങ്ങൾക്ക് കാവലുണ്ടാകുവാൻ, യെസബേൽ ശക്തികൾ ആരെയും തൊടാതിരിക്കുവാൻ ഒരു താഴ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യങ്കിലും അകത്ത് ഒരു നഗളഭാവം ഉയരുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കിക്കോണം, എന്നെ അറ്റാക്ക് ചെയ്യുവാനുള്ള ശത്രുവിൻ്റെ ഒന്നാമത്തെ വാതിലാണ് വസ്ത്രം അഴിച്ചു മാറ്റുകയാണ്. വസ്ത്രം അഴിച്ചു മാറ്റുകയാണ്. പുറത്ത് ആൾക്കാർ കാണുമ്പോൾ ഇപ്പോഴും താഴ്മയുടെ ഭാവമുണ്ട്. പക്ഷേ അകത്തിൻ്റെ അകത്ത് നിഗളമുണ്ടെങ്കിൽ, ഓ, ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഏലി പുരോഹിതൻ പോലും ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്ന്, എന്താണ് മകനെ ദൈവം പറഞ്ഞത് എന്നോട് പറയുക. പുറത്ത് എത്ര താഴ്മ കാണിച്ചാലും അകത്തിൻ്റെ അകത്ത് നിഗളമുണ്ടെങ്കിൽ പറയട്ടെ, എവിടെയോ നിന്റെ വസ്ത്രം അഴിച്ചു തുടങ്ങി. അടുത്തത്, കള്ളന്മാർ നിന്നെ ശരീരത്തെ തകർത്തിരിക്കും. എന്ന് പറഞ്ഞാൽ രോഗം വരുമെന്നല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തെ
അറ്റാക്ക് ചെയ്യുവാൻ പിശാചിന്റെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ചിലർ പ്രാർത്ഥിക്കുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ എനിക്കൊരു താഴ്മ ആവശ്യമാണ്. എനിക്ക് നിഗളം അകത്തുണ്ടെങ്കിൽ ആർക്കും അറിയുവാൻ സാധിക്കുകയില്ല. നിഗളികളെ ദൈവം എതിർക്കുന്നെങ്കിൽ ധാരാളം കൃപ ദൈവം പകരുന്നത് താഴ്മയുള്ളവർക്കാണെങ്കിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അഭിഷേകം കാത്തു സൂക്ഷിക്കുവാൻ, എൻ്റെ അകത്തുള്ള എണ്ണ നഷ്ടപ്പെട്ടു പോകാതെ എന്നെ തന്നെ സൂക്ഷിക്കുവാൻ, അത് ഏത് രീതിയിൽ ആക്രമണമുണ്ടായാലും അതിൻ്റെ അകത്ത് എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ഇതാ കർത്താവേ ഞാൻ താഴ്മ ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I clothe myself with humility. ഇതിൻ്റെ അകത്തൊരു വലിയ ശുശ്രൂഷ നടക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരും നിഗളികളാന്ന് ഞാൻ പറഞ്ഞില്ല. നോ നോ നോ, ആരെക്കുറിച്ച് ഞാനത് പറഞ്ഞില്ല. പക്ഷേ എവിടെയെങ്കിലും നിഗളത്തിൻ്റെ ഭാവം ഉയരുന്നെങ്കിൽ ഉടനെ ഓർത്തോണം, എവിടെയോ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ശക്തി ഉണ്ട്. അവിടെ നിന്നും ഞാൻ താഴ്മ ധരിക്കുവാൻ, എന്ന് ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ താഴ്മ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ താഴ്മ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓത്തറൈസ്ഡ് ആയിട്ട് ദൈവം ലോഞ്ചിവിറ്റി, അതായത് ദീർഘനാളുകൾ ദൈവം നിർത്തിയിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരുടെ അടുക്കൽ പോയി ഞാൻ എണ്ണ വാങ്ങുവാൻ, എൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കുവാൻ, എൻ്റെ മൺപാത്രത്തിൽ വർധനവുണ്ടാകുവാൻ, ഓരോ ദിവസവും എൻ്റെ അകത്ത് നിറവുണ്ടാകുവാൻ, കവിഞ്ഞൊഴുക്കലിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുള്ള ഏത് വ്യക്തികളോ ഏത് ശക്തികളോ എൻ്റെ അടുക്കൽ വന്നാലും അവിടൊക്കെയും എന്നെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാതെ പകരം ദൈവത്തിൻ്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും ഞാൻ ഉറച്ചു നിൽക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ദാൻ മുതൽ ബേർഷേബ വരെ ഇവൻ ദൈവത്തിന്റെ പ്രവാചകനാകും എന്ന് ഉറപ്പിച്ച സാഹചര്യങ്ങൾ എത്ര വഷളായിരുന്നെങ്കിലും ആ ഉറപ്പിച്ച സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം അവനെ ഉറപ്പിച്ച് കൃപ നൽകി. ആ താഴ്മ എൻ്റെ ജീവിതത്തിൽ വേണമേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറയട്ടെ, ചേട്ടൻ്റെ ജീവിതത്തെ ദൈവം ഒന്ന് സ്ഥിരീകരിക്കുവാൻ പോകുകയാണ്. Yes, I see that ministry happening. അങ്ങനെ ഒരു ശുശ്രൂഷ ഞാൻ കാണുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ തന്നെ ചേട്ടൻ്റെ ശരീരത്തിൽ നിന്നും ചില രോഗശക്തികൾ ഇജക്റ്റ് ആകുകയാണ്. ഞാൻ ഒരു വാക്കും കൂടെ ചേർത്ത് പറയട്ടെ, ചില കൈവശത്തിന്റെ ശക്തികൾ ഇജക്റ്റ് ആകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വാക്കുകൾ ഏറ്റു പറഞ്ഞാട്ട്, യേശുവിന്റെ നാമത്തിൽ താഴ്മ ധരിക്കുന്നു. ഞങ്ങൾ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി താഴ്മ ധരിക്കുകയാണ്. മറ്റുള്ളവർ കാണുന്നത് പോലെ താഴ്മ ധരിക്കുകയാണ്. ധാരാളം കൃപ വരുവാൻ എത്രയോ ദിവസങ്ങൾ പലരും പ്രാർത്ഥിച്ചു, കർത്താവേ അധികം കൃപ വേണം. ഐ നീഡ് മോർ ഗ്രേസ്, എനിക്ക് അധികം കൃപ വേണം. അബണ്ടന്റ് ഗ്രേസ്, എനിക്ക് അധികം കൃപ വേണം. പ്രാർത്ഥന നല്ലതാണ്, പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു താഴ്മ ധരിക്കുക. ദൈവം ധാരാളം കൃപ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കൃപ പകരുമ്പോൾ, ഇന്ന് താഴ്മ ധരിക്കുമ്പോൾ, ഇന്ന് ശത്രുവിന്റെ ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം ചിലത് തെറിച്ചു മാറുകയാണ്. യെസ്, ആത്മാവിൽ ഞാൻ അത് കാണുകയാണ്. അകത്ത് കിടക്കുന്ന ചില കൈവശങ്ങൾ, അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ്. ചില രോഗശക്തികളുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ്. ചില കെട്ടുകളുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ സഭയായി ഒരു ശുശ്രൂഷ ചെയ്തെടുക്കുന്നു. ഈ ആലയത്തിന്റെ അകത്തും വെബ്കാസ്റ്റിൽ കൂടെ ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ഇടയിലും ചില അടിസ്ഥാനങ്ങൾ ഇളകുന്നത് പോലെ രോഗങ്ങളുടെയും പൈശാചിക പദ്ധതികളുടെയും മന്ത്രവാദങ്ങളുടെയും ആഭിചാരത്തിന്റെയും അടിസ്ഥാനം ഇളകി, കൈവശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. ശക്തിയോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. എവിടായിരുന്നാലും, കമ്പ്യൂട്ടറിന്റെ മുൻപിലാണെങ്കിലും ടെലിവിഷന്റെ മുൻപിലാണെങ്കിലും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇന്ന് ഈ നിമിഷം ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഏത് സമയമാണെങ്കിലും ഏത് ടൈം സോൺ ആണെങ്കിലും ഇന്ന് ഞങ്ങളൊരു കാര്യം കൽപ്പിക്കുകയാണ്. ചിലർ മനഃപൂർവ്വം വാക്കുകൾ ഏറ്റുപറഞ്ഞ് താഴ്മ ധരിക്കുവാൻ, ചിലർ ഇന്ന് പകൽക്കാലം അവരുടെ വാക്കുകൾ ശബ്ദമുയർത്തിയിരിക്കുകയാൽ യെസബേൽ ശക്തികളോട് കൽപ്പിക്കുകയാണ്, അതിർ വിട്ടുമാറാൻ. ചില ഹൗസ് അറസ്റ്റിലായ ചില യെസബേൽ ശക്തികളെ കിളിവാതിൽ നിന്നും നിലത്തേക്ക് തള്ളിയിടുന്ന യഹൂവിന്റെ ശബ്ദം ചിലർക്ക് ഉയരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ബ്ലഡ് പ്രഷർ നോർമൽ ആകട്ടെ. കിഡ്നിയുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലുള്ള പല രോഗങ്ങൾ തെറിച്ചു മാറട്ടെ. We operate out of an area of security. സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്തിൽ നിന്നും മാത്രമേ ഞങ്ങൾ ആത്മീയമായി മുന്നേറുകയുള്ളൂ. Yes.
റിസീവ് 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 റിസീവ്. മൺപാത്രങ്ങളുടെ മേലൊരു പകർച്ച ഇപ്പോൾ വ്യാപരിക്കുകയാണ്. അവർ കൂടി വന്ന ഇടത്ത് 120 പേർ ഒരുമിച്ചിരുന്നിടത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ കൂടിയിരുന്ന സ്ഥലത്തെ പരിശുദ്ധാത്മാവ് നിറച്ചു. ഇന്ന് ഈ ആലയത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയാണ്. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ദൈവം ചില ഇടങ്ങളെ നിറയ്ക്കുകയാണ്. മൺപാത്രം നിറയുവാൻ, മൺപാത്രം നിറയുവാൻ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ അഭിഷേകം ചില മൺപാത്രത്തിലേക്ക് നിറയുമ്പോൾ മൺപാത്രത്തിലുള്ള ചില രോഗശക്തികൾ, അതിന് പിൻപിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക മേഖലകൾ, മണ്ഡലങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്. യെസ്, വികാരങ്ങളിലും വിചാരങ്ങളിലും ബാക്ക് സ്ലൈഡിങ്, പിന്മാറ്റവും, രോഗങ്ങൾ, ആത്മീയ രോഗങ്ങൾ, തെറ്റായ കാഴ്ചപ്പാട്, തെറ്റായ പ്രവചനം, തെറ്റായ വാക്കുകൾ, ഒക്കെയും ഇടുന്ന ചില ശക്തികളെ ഇന്ന് ആലയത്തിന്റെ അതിരിന്റെ അകത്തുനിന്ന് പുറത്തുപോകും. ശരീരങ്ങളിൽ നിന്നും പുറത്തുപോകും, ഭവനങ്ങളിൽ നിന്നും പുറത്തുപോകും. ചില ശാപശക്തികൾ എന്നേക്കുമായി പുറത്തു പോകട്ടെ. ഇപ്പോൾ ചില കൈവശത്തിന്റെ ശക്തികളെ ഞങ്ങൾ ആത്മാവിൽ വേരോടെ വെട്ടിമാറ്റുകയാണ്. യെസ് യെസ് യെസ്, ചില ശരീരങ്ങളിലേക്ക് ആ ശക്തി ഇറങ്ങട്ടെ. Come out, come out, come out. പൈശാചിക ശക്തികളെ ഞങ്ങൾ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് പുറത്തു വരുവാൻ കൽപ്പിക്കുകയാണ്. Come out. അഭിഷക്തന്മാർ എന്നോട് കൂടെ ചേർന്ന് എണീറ്റ് നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. അഭിഷക്തന്മാർ, ശുശ്രൂഷകന്മാർ, ദയവായി ഈ സമയം ആയിരിക്കുന്ന സ്ഥലങ്ങൾ എണീറ്റ് നിൽക്കണം. നിങ്ങളുടെ വായിൽ നിന്നും ശബ്ദം ഉയരട്ടെ. പറഞ്ഞാട്ടെ, പിശാചേ, ഞങ്ങൾ ഇവിടെ കേൾവിക്കാരായിട്ടല്ല ഇരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ആത്മാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവരായി, ശുശ്രൂഷകന്മാരായി ഇവിടെ ഞങ്ങളുടെ അധികാരത്തെ റിലീസ് ചെയ്യുകയാണ്. ശുശ്രൂഷകന്മാർ, സഭ ഒരുമിച്ച് എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, കൈവശത്തിന്റെ ശക്തികളെ, പറഞ്ഞാട്ടെ, കൈവശത്തിന്റെ ശക്തികളെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ ചവിട്ടി മെതിക്കുകയാണ്. ഓ യെസ്, ഓ യെസ്, ഓ യെസ്. പല കൈവശത്തിന്റെ ശക്തികളും അടിസ്ഥാനത്തോടെ ഇളകി മാറുകയാണ്. ചില ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്നും നിർബന്ധത്താൽ എന്നതുപോലെ അതിനെ പിടിച്ച് വേരോടെ പിഴുതു മാറ്റുന്ന ദൂതന്മാരുടെ ശുശ്രൂഷ, യുദ്ധവീരന്മാരായ ദൂതന്മാരുടെ ശുശ്രൂഷ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ചില ശക്തികളെ ചങ്ങലയിട്ട് എന്നേക്കുമായി പിഴുതു മാറ്റട്ടെ. ദൈവപ്രമാണത്തിൽ നിൽക്കുന്ന ചിലരുടെ ജീവിതത്തിലുള്ള പൈശാചിക പോരുകളെ സഭയായി ഞങ്ങൾ ശുശ്രൂഷിച്ച് അതിനെ വേരോടെ പിഴുതു മാറ്റുകയാണ്. ഈ ആലയത്തിന്റെ അകത്ത് മാത്രമല്ല, ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പലരുടെയും ഈ സഭയുടെ ശുശ്രൂഷ പലർക്കും ഒരു അനുഗ്രഹമായി മാറുകയാണ്. കർത്താവേ, അങ്ങനെ ഒരു ശുശ്രൂഷ സഭയ്ക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇതിനകത്ത് ഏറ്റു നിന്ന് ഇന്ന് ശുശ്രൂഷിച്ച കർത്തൃദാസന്മാരുടെ മേൽ അടുത്തൊരു ലെവലിലേക്ക് ഒരു അനോയിന്റിംഗ് വർദ്ധിച്ചു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വാക്കിന്റെ മുൻപിൽ, ഫോണിൽ കൂടെ, അവരുടെ വാക്കിന്റെ മുൻപിൽ ദൂരത്തായിരിക്കുന്നവരുടെ മേൽ അവരുടെ സ്പർശനത്താൽ ശക്തമായ ചില പ്രവൃത്തികൾക്കായി ഞങ്ങളുടെ സഭയിലുള്ള ശുശ്രൂഷകന്മാരെ, അങ്ങനെ ദാസന്മാരെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുകയാൽ സ്തോത്രം. വരുന്ന ആഴ്ചകളിൽ, വരുന്ന മാസങ്ങളിൽ പുതിയൊരു ലെവലിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് സഭയെ സഹായിക്കണമേ. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്മാർ ദയവായിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ദൈവം ചെയ്തു കഴിഞ്ഞു. ഈ താഴ്മ ധരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം ഞാൻ ആത്മാവിൽ കാണുകയാണ്, ചിലരെ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷനായി ശത്രുവിനോട് നേരിടുവാൻ പോകുമ്പോൾ തലയിൽ ശിരസ്ത്രം, ശത്രുവിനോട് നേരിടുവാൻ ചെല്ലുമ്പോൾ അരയ്ക്ക് സത്യമെന്ന ബെൽറ്റ്, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറി വരുന്ന ഒന്ന് പറഞ്ഞു, നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് എന്നതുപോലെ ഞാൻ അയക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ യാതൊരു ദോഷവും നിങ്ങൾക്കത് ചെയ്യുകയില്ല. ഇന്ന് ആ യുദ്ധത്തിൻ്റെ കംപ്ലീറ്റ് സർവായുധവർഗമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ഒരു ശക്തിയും തൊടുകയില്ല. മറുവശത്ത് പറയുകയാണ്, നിങ്ങളുടെ ഇടയിലേക്ക് ആരും അറിയാതെ ആടിൻ്റെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കൾ അകത്തു വരുവാൻ നിൽക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോണം. കാര്യം അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ്. അങ്ങോട്ട് അയച്ചതല്ല, ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അങ്ങോട്ട് അയക്കുമ്പോൾ സർവായുധവർഗം ധരിച്ചെങ്കിൽ ഇങ്ങോട്ട് കയറി വരുന്നതിന് വിരോധമായി പറയുകയാണ്, താഴ്മ ധരിച്ചാൽ മതി. Can you believe that? താഴ്മ ധരിച്ചാൽ മതി. കള്ളപ്രവചനവുമായി വരുന്നവരോട് പറ, സീനിയർ പ്രവാചകനായിരിക്കും, താങ്ക് യു സോ മച്ച്, പക്ഷേ പാസ്റ്ററെ
അല്ലെങ്കിൽ പ്രവാചക, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കഴിക്കില്ലെന്ന്, ഇവിടുന്ന് ഒന്നും ചെയ്യില്ലെന്ന്. വളരെ താഴ്മയോടെ രാജാവിനോട് പറഞ്ഞു, നിൻ്റെ ഒന്നും വേണ്ട എനിക്ക്, ഐ ഡോണ്ട് കെയർ. അധികാരത്തോട് മറുതലിച്ചെന്ന കാര്യം, ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്നും ആ വ്യക്തി, പക്ഷേ പ്രവാചകൻ എന്ന പേരിൽ വന്ന ആ വ്യക്തിയോട് താഴ്മ ധരിക്കാതെ ഇൻഫ്ലുവൻസ്ഡ് ആയി. ബോൾഡ്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി, ധൈര്യവും താഴ്മയും രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണ്. താഴ്മയുള്ളപ്പോൾ തന്നെ ധൈര്യവും ഉണ്ടാകാൻ സാധിക്കും. ദാവീദ് വളരെ താഴ്മയുള്ള വ്യക്തിയായിരുന്നു, നോ ഡൗട്ട്. പക്ഷേ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഒറ്റ വെല്ലുവിളി, ധൈര്യത്തിന്, അത് സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി രണ്ടും പാരലായി കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് ഞാൻ പറയട്ടെ, ചിലരുടെ അകത്തേക്ക് ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമിലിറ്റി, താഴ്മയുടെ ഒരു ആത്മാവിനെ ദൈവം പകർന്നു കഴിഞ്ഞു. ഇനിയും താഴ്മ ധരിക്കുക. ലെറ്റ്സ് ക്ലോത്ത് ourselves with humility.